ഹായ് മക്കളെ, വെൽക്കം വെൽക്കം. ഓക്കെ, അപ്പോ ഓണത്തിന്റെ നല്ലൊരു ഓട്ടപ്പാച്ചിലായിരിക്കും. ഓണത്തിന്റെ അല്ല, ഓണപരീക്ഷയുടെ ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പൊ വിന്നേഴ്സ് ഇന്ന് ഷാരൻ സാറും ഓക്കെ. അപ്പോ നിങ്ങള് ഏകദേശം പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ? ബേസിക് സയൻസ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എഴുതിയാൽ മതി. അപ്പൊ അതില് കെമിസ്ട്രിയിൽ ആകെ എത്ര ചാപ്റ്റർ ഉണ്ട്? 2 ചാപ്റ്റർ ആണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ അതിലെ ഷുഗർ ഷോർട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ എക്സാമിന്റെ ആ ഒരു തിരക്കിന്റെ ഇടയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണെന്ന് ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ ചാപ്റ്റർ ഞാനാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ ചാപ്റ്റർ സാറ് ചെയ്യും. അപ്പോ വിന്നേഴ്സിന്റെ മക്കൾക്കും അതേപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും കേട്ടിരിക്കുക, ഇടയ്ക്ക് ആൻസർ ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാ. ഓക്കെ, അപ്പോ തുടങ്ങിക്കോട്ടെ സാറേ. അപ്പൊ ഞാൻ തുടങ്ങിക്കോട്ടെ ആദ്യം. ഓക്കെ, അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് അസർ സാറ് വരുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ് എനിക്ക്. ഓക്കെടാ, ഓക്കെ. അപ്പോ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം. ഇതാണ് ചാപ്റ്ററിന്റെ പേര് അല്ലെ? ആക്ച്വലി നിങ്ങള് ഫസ്റ്റ് ഓണം എക്സാം ശരിക്കും പറഞ്ഞാല് ഭയങ്കര എളുപ്പമാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആകെ 2 ചാപ്റ്റർ ഉള്ളൂ, കെമിസ്ട്രിന്ന് 2 ചാപ്റ്റർ ഉള്ളൂ. എന്നാലും ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ് ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്ററും ബേസിക്കലി വലിയ ബുദ്ധിമുട്ടില്ല. ലാസ്റ്റ് വരുമ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ വരും എന്നല്ലാതെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്ന സാറ് വിചാരിക്കുന്നു, പഠിച്ച് ഏകദേശം തീർത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോ നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും, ടീച്ചേഴ്സ് കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ എല്ലാവർക്കും ഫോണും കാര്യങ്ങളൊക്കെ കയ്യിൽ എല്ലാം ആക്സസ് ഉള്ളതാണ് അല്ലെ? അപ്പൊ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവരൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ പേടിക്കണ്ട, അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വിന്നേഴ്സ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസും അല്ലാതെ ഷുവർ ഷോർട്ട് ആയിട്ട് നമുക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ സാർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കും. ഓൾറെഡി നിങ്ങൾ പഠിച്ചു പോയതായെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, സാർ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾ അപ്പപ്പോ ഇടുക. ഓക്കെ, അപ്പപ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, വാഗുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, പിന്നൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോ നിങ്ങളെല്ലാം ഡെഫിനീഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാത്തിന്റെയും ഡെഫിനീഷൻസ് നല്ല അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടാവും എന്റെ മക്കൾ എല്ലാവരും. പക്ഷേ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എടുത്താലും, അല്ലെങ്കിൽ രണ്ടാമത് അസർ സാർ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എടുത്താലും, നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴും ഈ ഡെഫിനീഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും കാണാപ്പാടം പഠിക്കലല്ല. അതിന്റെ എന്താണ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന രീതികൾ, അത് എപ്പോഴും നമ്മൾ പഠിക്കണം. അതിപ്പോ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഏത് സബ്ജക്ട് ആണെങ്കിലും അത് വരാൻ പോകുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ 2-3 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾക്ക് സാധാരണ വരിക. അപ്പൊ അതിനർത്ഥം അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതേവരെ ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടേ ഇല്ലെന്ന്. ഓക്കെ, പക്ഷെ നമ്മുടെ വിന്നേഴ്സിലെ മക്കൾക്ക് അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്തായാലും അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ട് പോയിട്ടുണ്ടാവും. അപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് സാറ് ആ പറയുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും അതിന്റെ പാറ്റേണും ഒക്കെ കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പേടിക്കൊന്നും വേണ്ട, കേട്ടിരിക്കുക, കൃത്യമായിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ സാർ ക്വസ്റ്റ്യൻ സെക്ഷനിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, അപ്പോ നിങ്ങൾ അപ്പൊ വിചാരിക്കണം, ഇത് സിമ്പിൾ ആണല്ലോ, ഇത് എനിക്ക് അറിയാവുന്നതാണല്ലോ. അതേ സിമ്പിൾ ആണ്, പക്ഷെ ചിലത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഉണ്ടാവും. പക്ഷെ അതും സിമ്പിൾ ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കാം, ഓക്കെ ഇത് ഞാൻ അപ്പൊ വിട്ടുപോയിട്ടുണ്ട്, ഇത് എനിക്ക് അപ്പൊ ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സബ്സ്റ്റൻസ് ചേഞ്ചസ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു ഗ്യാസ് ഓൺ ഹീറ്റിംഗ് വിത്തൗട്ട് ഫോമിംഗ് ലിക്വിഡ്? ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പദാർത്ഥം. താഴെ കുറച്ച് പേര് തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രോസസ് എന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രോസസ്സിന്റെ പേര് കുറെ പേർക്ക് അറിയാനുണ്ടാവും അല്ലെ? ഇപ്പൊ തന്നെ കമന്റിൽ വരുന്നുണ്ടാവാം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സംഭവം ഇത്രേ ഉള്ളൂ. കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, പ്രതീക്ഷിച്ചോ മക്കളെ. എ പാർട്ടിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് എ പാർട്ടിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. എന്താണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്? സോയിൽ തന്നിട്ടുണ്ട്, സാൾട്ട് തന്നിട്ടുണ്ട്, ക്യാംഫർ തന്നിട്ടുണ്ട്, മണൽ തന്നിട്ടുണ്ട്, ഉപ്പ് തന്നിട്ടുണ്ട്, കർപ്പൂരം തന്നിട്ടുണ്ട്. ഈ 3 എക്സാമ്പിളിൽ, 3 ഉദാഹരണങ്ങളിൽ ഏതാണ് ഈ പറയുന്ന സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആകാൻ പറ്റുക? ഇത് 3ഉം സോളിഡാ, ഈ 3ഉം ഖരവസ്തുവാണ്. ഇതിൽ ഏത് ഖരവസ്തുവാണ് ഈ പറയുന്ന നേരിട്ട്
എന്നിട്ടാണ് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാക്കുന്നത് ഏതാണെന്നാണ്. ഓക്കെ, അതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേഗം 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 അതിന്റെ ആൻസർ ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്തിട്ടേക്കണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ പാടുള്ള കാര്യങ്ങളല്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ അതിന്റെ എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു കാണില്ല. അപ്പോൾ ഇത് വെച്ച് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്, ഒരുപാട് പ്രക്രിയകളുണ്ട് അല്ലെ. സെപ്പറേഷൻ ടെക്നിക്കും അല്ലാതെയും ഒക്കെ ഒരുപാട് ടെക്നിക്സ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ എക്സാമ്പിൾ വെച്ചാണ് ക്വസ്റ്റ്യൻ വരിക. ഐഡിയ മനസ്സിലായോ? അത് തുടക്കത്തിൽ തന്നെ സാറ് പറഞ്ഞു തന്നുള്ളൂ. എക്സാമ്പിൾ വെച്ചാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ എക്സാമ്പിൾ വെച്ച് ആ പ്രോസസ്സും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയെന്ന് സാറ് വിചാരിക്കുന്നു. കുറെ ആൻസർ ഒക്കെ വരുമായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഇതിന്റെ ആൻസർ കാണിക്കുകയാണ്. ആൻസർ കാണിച്ചോട്ടെ. എന്താണ് ഇതിന്റെ ആൻസർ? സബ്ലിമേഷൻ ആണ് ഈ പ്രോസസ് അല്ലെ, ഉത്പാദനമാണ് സംഭവിക്കുക. സോയില്, ഈ പറയുന്ന സാധനം മണ്ണ്, ഇതിന് ചൂടായി കഴിഞ്ഞാൽ നേരെ ആവിയാവോടാ? ആവിയാവൂല. ഓക്കെ, സോൾട്ട്, ഉപ്പ്, അതിന് വെറുതെ ചൂടാക്കിയാൽ ആവിയാവോ? ഇല്ല, അത് പതുക്കെ ഉരുകിയിട്ട് എന്താവും? പതുക്കെ പതുക്കെ ഉരുകിയ അവസ്ഥയിൽ കുറച്ച് ഇതായിട്ട് മാറും. എന്നാൽ ക്യാംഫർ, അതിന്റെ ആൻസർ എന്താണ്? ക്യാംഫർ, കർപ്പൂരമാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ പാർട്ടിൽ ചോദിക്കാനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലത്തെ, ഇത് തന്നെ ഡയറക്ട്ലി ചോദിക്കും എന്നല്ല സാറ് പറഞ്ഞു, ഇതേപോലത്തെ ക്വസ്റ്റ്യനുകളായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ക്യാംഫർ ആണ്, കർപ്പൂരമാണ്. കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ അല്ലെ, വീട്ടിലൊക്കെ അല്ലെങ്കിൽ ഇപ്പം മറ്റേ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഏതാണ് കല്യാണരാമൻ സിനിമയിൽ സലീം കുമാർ പിടിച്ചു വരിക്കണം മറ്റേ തേങ്ങ ഇതില് മറ്റേ പൂജ നടക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ കത്തിച്ചു നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊള്ളൂലേ, ആ സാധനമൊക്കെ ഏതാണ്? ക്യാംഫർ ആണ് കേട്ടോ. അപ്പൊ ഇത് വീട്ടിലൊക്കെ ചില സമയത്ത് അടപ്പ് കത്തിക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ കർപ്പൂരം. കാരണം പെട്ടെന്ന് കത്ത് പിടിക്കും സാധനം. അതേപോലെ ഇത് കത്തിയാൽ ഉരുകത്തില്ല. ഈ സാധനം പെട്ടെന്ന് എന്താവും? ഗ്യാസ് ആയിട്ട് മാറും. അതായത് കത്തി കത്തി ഗ്യാസ് ആയിട്ട് പോവാ ചെയ്യുക, വാതകമായിട്ട് പോവുക ചെയ്യുക. അപ്പൊ പ്രോസസ്സും കൂടി ഇതിന്റെ ഒപ്പം പഠിച്ചു വെച്ചിരിക്കുക. സബ്ലിമേഷൻ ആ അതിന്റെ ആൻസർ ആണ് കിടക്കുന്നത്. ദ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു ഗ്യാസ് ഓൺ ഹീറ്റിംഗ്. ആ പരിപാടിയാണ് എന്ത്? ഈ പറയുന്ന സബ്ലിമേഷൻ എന്ന് പറയുന്നത്, ഉത്പാദനം. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം ആ പറയുന്ന പ്രോസസ്സ്, രീതി, പ്രക്രിയയും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഐഡിയ മനസ്സിലായടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് സാർ പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ചാടി വന്നല്ലോ. എന്താണ്? വെൻ ആൻ ഇൻസ്റ്റന്റ് സ്റ്റിക്ക്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പട്ടപ്പെട്ടാന്ന് പിടികിട്ടും അല്ലെ. എക്സാമ്പിൾ ഇവിടെ ഞാൻ തരണമേ ഇല്ല, അതായത് എക്സാമ്പിൾ അല്ല, ഓപ്ഷൻസ് ഞാനിവിടെ തരണമേ ഇല്ല. ഇത് ഇവിടെ ഇട്ടപ്പോ തന്നെ ഇൻസ്റ്റന്റ് സ്റ്റിക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ത് സാധനമാണ് സാർ ഉദ്ദേശിച്ചത്, ഏത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്, ഏത് അവസ്ഥാ പരിവർത്തനമാണ് സാർ ഉദ്ദേശിച്ചത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, വെൻ ആൻ ഇൻസ്റ്റന്റ് സ്റ്റിക്ക് ഈസ് ലിറ്റ്. അത് കത്തിച്ചാൽ ചന്ദനത്തിരി, അങ്ങനെ സുഗന്ധമുള്ള ചന്ദനത്തിരി, ഇത് കത്തിച്ചു കഴിഞ്ഞാൽ the fragrance spreads quickly. This is due to dash. ചന്ദനത്തിരി കത്തിക്കുമ്പോൾ സുഗന്ധം പെട്ടെന്ന് വ്യാപിക്കുന്നു അല്ലെ. അതിന്റെ കാരണം ഡാഷ് ആണ്. നമ്മള് വീട്ടില് ഒരു സന്ധ്യാനേരത്തൊക്കെ ചില സമയത്ത് മറ്റേ എന്തിട്ടാണ് രാവിലെയും അല്ലെ കത്തിക്കാറുണ്ട്, പൂജ ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. അല്ലാതെ സാധാരണഗതിയിൽ വല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി ചന്ദനത്തിരി കത്തിക്കാറുണ്ട് വീട്ടിൽ അല്ലേ. അത് കത്തിക്കുമ്പോൾ ആ പറയുന്ന ഹാളിലാണ് കത്തിക്കുന്നെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ എന്ത് കിട്ടും? അതിന്റെ സ്മെല്ല് കിട്ടും. കാരണം അതെന്ത് ചെയ്യും? ആൻസർ ഒന്ന് പറഞ്ഞേ. എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ആൾ ആരാണ്? സബ്ലിമേഷൻ ആണോ? അതെന്തായാലും അല്ല. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു സബ്ലിമേഷൻ എന്താ? കത്തിച്ചു കഴിയുന്ന ഈ പറയുന്ന സോളിഡ് ആയിട്ടുള്ള ഒരു ഖരവസ്തു കത്തിച്ചാൽ ആ ഈ പറയുന്ന വാതകമായിട്ട് ഗ്യാസ് ആയിട്ട് പോകുന്നതാണ് സബ്ലിമേഷൻ. അപ്പൊ അതല്ല, പോയി. ഇനിയുള്ളത് ഡിഫ്യൂഷനും ഡിസ്റ്റിലേഷനും. അപ്പൊ ആലോചിച്ച് നോക്കാം, രണ്ടും ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടല്ലേ, പേരിലേ ഉള്ളൂ, പക്ഷേ പ്രക്രിയയിൽ സിമിലാരിറ്റി ഇല്ല. വ്യാപനവും സേതനവും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ കമന്റ് ഇട്ടിട്ടുണ്ടാവണം അല്ലെ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? കൃത്യമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഈ സാധനം കത്തിച്ചാൽ ഈ സ്മെല്ല് എല്ലായിടത്തും പടരുന്നു. അതായത് മിക്സിംഗ് ഓഫ് ഫ്രീഡം ഓഫ് മൊമെന്റ് പാർട്ടിക്കിൾസ്, അതായത് നല്ല ഈ ചലന സ്വാതന്ത്ര്യമുള്ള കണികകളുടെ ഒരു മിക്സിംഗ് ആണ് ശരിക്കും സംഭവിക്കുക. അത് നല്ലോണം വ്യാപിക്കും എന്നാണ് പറയാ, സ്പ്രെഡ് ചെയ്യും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? വ്യാപനം, ഡിഫ്യൂഷൻ ആണ് കേട്ടാ. വ്യാപനമാണ് ഇതിന്റെ ആൻസർ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. എനിക്ക് തോന്നുന്നു 2022-2022 തോന്നുന്നു അന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിൽ ചോദിച്ച ഫസ്റ്റ് ടൈം ഇതിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓണ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ എടാ, അപ്പൊ സാറ് പറയുന്നതേ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചോളണം എ പാർട്ടിൽ. അതായത് ഒന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ, അതായത് പ്രോസസ് എഴുതാനോ അല്ലെങ്കിൽ ഭയങ്കര ഡെഫിനിഷൻ എഴുതാനോ ഇതൊന്നും എ പാർട്ടി ചോദിക്കാറില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. അപ്പൊ ഇതേപോലെ എക്സ്പെക്ട് ചെയ്തോളണം. ഓക്കെ, ഇനി
ഇവിടെ ചിലപ്പോൾ ഡിഫ്യൂഷൻ ചോദിച്ചു, ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ ചോദിക്കാൻ പോകുന്ന ഡിസ്റ്റിലേഷൻ പറ്റിയായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വെച്ചായിരിക്കും സാർ പറഞ്ഞില്ലേ, എക്സാമ്പിൾ വെച്ച് ഇതിൽ ചോദിക്കുള്ളൂ. ഒരു 100 കണക്കിന് എക്സാമ്പിൾസ് ഈ ചാപ്റ്ററിൽ കിടക്കുന്നുണ്ട് അല്ലെ, പല പല കാര്യങ്ങളായിട്ട്. അപ്പൊ അത് മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട മക്കള്. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവർ ആലോചിക്കുക, ഞാനിത് പഠിച്ചിട്ടില്ല, ഇത് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, in which of the following 3 states, താഴെ ഒരു 3 അവസ്ഥകൾ തന്നിട്ടുണ്ട്. ഓക്കെ, the distance between the particle is maximum. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നിന്നിട്ട് എന്നെ കളിയാക്കുണ്ടാവും അല്ലെ, എന്താണ് സാർ ഇത് എന്താ ഞങ്ങൾ കളിയാക്കുകയാണ്, ഞങ്ങൾക്ക് അറിയാൻ പാടുന്ന കാര്യമാണ് അതൊക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കണ്ടിരിക്കുന്ന സാധനമാണ് സാറേ എന്നിപ്പോ നിങ്ങൾ അവിടെ നിന്ന് പറയണ്ടേ അല്ലെ. സംഭവം ഇത്രേ ഉള്ളൂ. എന്താണ് കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? ഏതാണ്? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ആൻസർ ഒക്കെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ പിടികിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോ സാർ ഒന്ന് വരച്ചു വേണേ കാണിച്ചു തരാം, അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. സോളിഡ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കുക പാർട്ടിക്കിൾസ്, ഭയങ്കര കട്ട കുത്തിയിരിക്കുന്ന പാർട്ടിക്കിൾസാ അല്ലെ. അതേപോലെ ഗ്യാസ് ലിക്വിഡ് ആണെങ്കിൽ സാറ് വേണമെങ്കിൽ ഇതേ ഇങ്ങനെയാണ് ലിക്വിഡ് ഇരിക്കുക, ഒരു ഇച്ചിരി അങ്ങോട്ട്. ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇത്രയും ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ടും ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശം അല്ലെ. എന്തായാലും ആൻസർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഞാൻ വരക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയാൻ പറ്റും. എന്താണ് അതിന്റെ ആൻസർ? സോളിഡും ലിക്വിഡും ഗ്യാസും എടുത്താൽ സാർ ഇവിടെ വരച്ച് ഈ പടം ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സാർ ഇപ്പൊ വരച്ച് തന്നിട്ടുണ്ട്. എക്സാമിന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഷാരോൺ സാറിനെ ഓർക്കണ്ട, ഈ പറയുന്ന പടം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഈ പടം ഒന്ന് ആലോചിക്കുക. ഓക്കെ, സാർ ഇപ്പൊ വരച്ച് കാണിച്ചെന്നാണല്ലോ. സോളിഡിന്റെ മോളിക്യൂൾസ് ഇരിക്കുന്നത് ഭയങ്കര കട്ട കുത്തിയ, ലിക്വിഡിന്റെ ദ്രാവകത്തിന്റെ ഇരിക്കുന്നത് കുറച്ച് ഗ്യാപ്പ് ഉള്ള പോലെ തോന്നിയായിരുന്നു. പക്ഷെ ഗ്യാസിന്റെ അങ്ങനെയല്ല, നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? ഇപ്പൊ തന്നെ കിട്ടിയല്ലോ, ഓൾറെഡി ആൻസർ പറഞ്ഞല്ലോ. എന്താണ് ആൻസർ? എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ്, വാതകം. വാതകങ്ങളുടെ പാർട്ടിക്കിൾസ് ആണ്, കണികകളാണ്. വളരെ ഗ്യാപ്പ്, നല്ല ഗ്യാപ്പ് ഉണ്ടായിട്ട് കാണുക ആർക്കായിരിക്കും? ഈ വാതകങ്ങളുടെ ഈ എന്നിട്ടാണ് പാർട്ടിക്കിൾസിനായിരിക്കും. കാരണം വേറൊന്നുമില്ല, ആ പറയുന്ന വാതകങ്ങൾക്ക് ഇത്തിരി ഫ്രീഡം ഓഫ് മൊമെന്റ് കൂടുതലാണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇപ്രാവശ്യം ചിലപ്പോ ഗ്യാസ് ആണ് ചോദിച്ചത് അല്ലെ. ഇപ്പൊ സാറിപ്പോ പറയുന്നതിൽ ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ഇതേപോലെ സോളിഡിനെയാണ് ചോദിക്കണമെങ്കിലോ എല്ലാത്തിന്റെ ആൻസർ ഒറ്റയടിക്ക് കിട്ടിയില്ലേടാ. അതായത് സോളിഡിന്റെ ആണെങ്കിൽ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, ലിക്വിഡിനാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും, ഗ്യാസിന്റെ ആണെങ്കിൽ നല്ല കൂടുതലായിരിക്കും. അപ്പൊ 3 ആൻസർ കിട്ടിയില്ലേ ഒറ്റൊരു ക്വസ്റ്റ്യന്. സാർ ഇപ്പോൾ വരാൻ പോകുന്ന മൂന്ന് ആൻസർ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെ അല്ലേ. മറക്കരുത് കേട്ടാ, ഈ വരച്ച് തന്നിരുന്ന ആ ഫിഗർ എങ്കിലും മനസ്സിലോട്ട് എന്റെ മക്കൾ കൊണ്ടുവരണം. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ, സെറ്റ് ആണെന്ന് സാർ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാർ ഇതേ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ എ പാർട്ടി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മാർക്ക് ചെയ്തു വെച്ചോ. എനിക്ക് തോന്നുന്ന ഒരു 3 വട്ടം റിപ്പീറ്റഡ്ലി എ പാർട്ടിലോ അല്ലെങ്കിൽ ബി പാർട്ടിലോ ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. ഇത് പല ടൈപ്പിൽ ചോദിക്കാം, പല ടൈപ്പിൽ. ഇങ്ങനെ ചോദിച്ചത് എ പാർട്ടിലാണ്, വേറൊരു ടൈപ്പിൽ ചോദിക്കാം, അതും സാറ് കാണിച്ചു തരാം. പക്ഷേ ഇത് മാർക്ക് ചെയ്ത് വെച്ചോ, മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗ്യവശാൽ വേണമെങ്കിൽ ഇപ്രാവശ്യം അത് ചോദിക്കാം. പക്ഷെ ഇത് പഠിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം ബാക്കിയുള്ള ചില ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, അതിനെയും ഒന്ന് ആലോചിച്ച് വെച്ചേക്കണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചത് നിങ്ങൾ? ദ apparatus used for separating the components from a mixture of water and kerosene. സിമ്പിൾ, ആ പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസർ കിട്ടി അല്ലെ. മണ്ണെണ്ണയും ജലവും കലർന്ന മിശ്രിതത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡാഷ്. ഇതിന്റെ ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, കമന്റിൽ ഇപ്പൊ ഇട്ടിട്ടുണ്ടാവുമല്ലോ സാധനം. വേറൊന്നുമില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മണ്ണെണ്ണയും വെള്ളവും തമ്മിൽ കലരോ രണ്ടുപേരും മിക്സ് ആവൂടാ. ഈ മറ്റേ എണ്ണയും വെള്ളം പോലെ ഇത് മിക്സ് ആവോ? ഈ സാധനം ഒരിക്കലും മിസ് ആവൂല അല്ലെ. അപ്പൊ മിക്സ് ആവാത്ത ഇമ്മിസിബിൾ ലിക്വിഡ് മിക്സ്ചേഴ്സിനെ, അതായത് തമ്മിൽ കലരാത്ത കുറച്ച് ദ്രാവക മിശ്രിതങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ഒരേ ഒരു ടെക്നിക്ക് ഉള്ളൂ അല്ലെ. അതിന്റെ ആൻസർ കിട്ടിയവര് വേഗം ടൈപ്പ് ചെയ്തോട്ടാ. എന്തായിരിക്കും അതിന്റെ ആൻസർ? സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന ലിക്വിഡ് മിക്സ്ചറിനെ, അതായത് ഉപ്പുവെള്ളം അല്ല, ഇപ്പൊ വേണമെങ്കിൽ നമ്മള് വെള്ളത്തില് എന്താ പറയാ സ്പോഷ് വിലക്കുമ്പോൾ സോളിഡ് അല്ലേ. അപ്പൊ വെള്ളത്തില് മിക്സ് ആവുന്ന സാധനങ്ങളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഇത് വെച്ച് പറ്റൂല. മിക്സ് ആവാത്ത ചില ലിക്വിഡുകൾ ഉണ്ട്. അതായത് മണ്ണെണ്ണ എടുത്താൽ അത് ലിക്വിഡ്, കെറോസിൻ ഇസ് എ ലിക്വിഡ്, ഒരു ദ്രാവകമാണ്. വെള്ളം എന്താണ്? അതും എന്താണ്? ഒരു ദ്രാവകമാണ് അല്ലെ. ഈ പറയുന്ന എന്താണ്? ഒരു ലിക്വിഡാണ്. അപ്പൊ ഇത് രണ്ടുപേരും ലിക്വിഡ് ആണെങ്കിൽ കൂടെ നമ്മൾ എത്ര ഇട്ട് കലക്കി കുലുക്കി മറിച്ചാലും ഇത് എന്ത് ചെയ്യൂല?
മിക്സ് ആവൂല, ഇമ്മിസിബിൾ എന്ന് പറയും, അതായത് തമ്മിൽ കലരാത്ത. അപ്പൊ ഇതേപോലുള്ള ചില 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 മിശ്രിതങ്ങൾ വേറെയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ആകെ ഒരേ ഒരു മെത്തേഡ് ഉള്ളൂ. ആ മെത്തേഡിന്റെ ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താണ് അതിന്റെ ആൻസർ? സെപ്പറേറ്റിംഗ് ഫണൽ അല്ലെ? സെപ്പറേറ്റിംഗ് ഫണലാണ്. മറ്റേ ഒരു എന്തിട്ടാണ് ഫണൽ, മറ്റേ എന്തിട്ടാണ് പറയാ, ഒരു എന്തിട്ടാണ് കൂടാരം അല്ലല്ലോ, അങ്ങനത്തെ പോലത്തെ ഒരു സാധനം, ഒരു ഫണൽ തന്നെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സാധനമാണ് അല്ല. അതിന്റെ അറ്റത്തൊരു എന്തിട്ടാണ് നോബ് ഉണ്ടാവും, ഒരു ടാപ്പ് പോലെയൊക്കെ ഉണ്ടാവും. അത് തുറന്നിട്ട് അങ്ങനെ മൂടിയൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്നിട്ട് അതിന്റെ ആദ്യത്തെ ആളെ അടിയിലോട്ട് എടുക്കുക, രണ്ടാമത്തെ ആളെ പിന്നെടുക്കുക, അടിയിലൊരു ബീക്കർ വെക്കുക. ഈ സാധനമൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫിഗർ മനസ്സിൽ വരണം. അതെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൽ സംഭവിക്കുക, ആ കാര്യങ്ങളൊക്കെ മനസ്സിലോട്ട് വരണം. ഓക്കെ ആണോടാ? വെറുതെ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് മാത്രം പഠിച്ചു വെക്കരുത്. നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ കൂടെ അതിൽ എന്തൊക്കെയാണ്, ഇപ്പൊ അതിന്റെ ഫിഗർ ഉണ്ടോ, ആ ഫിഗർ ഇതേ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ പോലെ സാറൊക്കെ എങ്ങനെയായിരുന്നു, അതായത് നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങളിൽ കുറച്ച് പേര് എങ്ങനെ ആയിരിക്കും, എഴുതുന്ന സമയത്ത് ഇങ്ങനെ കണ്ണടക്കും. ഓക്കെ, ആ പേജിൽ ഇത്ര ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ, അതേപോലെ വേണം പഠിക്കാൻ കേട്ടോ. അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നമ്മളുടെ മനസ്സിലോട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ഫിഗർ ഉണ്ട്, അതിൽ എന്തൊക്കെയുണ്ട്, അതിൽ എക്സാമ്പിൾസ് ഉണ്ടോ, അത് എന്തൊക്കെയാണ് അതിൽ ഉണ്ടായിരുന്ന ലൈൻസ്, ഇതൊക്കെ നമുക്ക് കിട്ടും. ഭയങ്കര എളുപ്പമാണ് അല്ലെ? അപ്പൊ ആ ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് പഠിക്കുക കേട്ടാ. ഇപ്പൊ ലാസ്റ്റ് നിങ്ങളിപ്പോ തല ദിവസമായിട്ട് ഇതിങ്ങനെ ടെക്നിക്ക് പഠിച്ച് ബുദ്ധിമുട്ടണ്ട. ഇനിയുള്ളതിൽ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ സെപ്പറേറ്റിംഗ് ഫണലാണ്. അപ്പൊ അതിന്റെ ഫിഗർ ഒക്കെ മനസ്സിലോട്ട് കൃത്യമായിട്ട് കൊണ്ടുവരണം കേട്ടോടാ മക്കളെ. ഓക്കെ അല്ലേ? അപ്പോൾ സാറ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, സെപ്പറേറ്റിംഗ് ഫണൽ ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. സെപ്പറേഷൻ ടെക്നിക്ക് അതായത് വേർതിരിക്കുന്ന പ്രക്രിയകളിൽ ഒന്നാണ്. അതേപോലെ ഒരു 5 ടെക്നിക്ക് 6 ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് അതും കൂടെ നമ്മൾ മനസ്സിലോട്ട് കൊണ്ടുവരണം. കാരണം ഇത് തന്നെ ചോദിക്കും നല്ല സാറ് പറയണേ. ചോദിക്കുന്ന ടൈപ്പിൽ വേണമെങ്കിൽ ഇതിൽ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് അടുത്ത സെപ്പറേഷൻ ടെക്നിക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ പ്രാവശ്യം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് പക്ഷെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സാറ് പറഞ്ഞത് ഇത് പഠിക്കുന്നതിനൊപ്പം അതും കൂടെ നമ്മളുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ടാവണം കേട്ടാ. ഷുവർ ഷോർട്ട് ആണ്, മനസ്സിലാക്കി വെച്ചോട്ടാ. ഓക്കെ, അങ്ങനെയാണ് ഇതേ സാർ 5ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാണ് കേട്ടോ. 5th ക്വസ്റ്റിനോട്ട് പോവാണ്. നോക്കി 5th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ വിത്ത് സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്സ്? ഘടകങ്ങളുടെ തിളനിലയിൽ നേരിയ വ്യത്യാസം. ശ്രദ്ധിക്കണോട്ടാ, സ്ലൈറ്റ് വേരിയേഷൻ പറഞ്ഞിട്ടുള്ളൂ. ബോയിലിംഗ് പോയിന്റ് കാണുമ്പോൾ തന്നെ നമ്മൾ മറ്റേലോട്ട് പോരുത്. ആലോചിക്കണം, ക്വസ്റ്റ്യൻ എപ്പോഴും കൃത്യമായിട്ട് വായിക്കണം. ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് വെകിളിപ്പ്. നല്ല വെകിളിപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധിക്കൂല, പ്രത്യേകിച്ച് മാത്സിൽ. നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ഓക്കെ ഇതെനിക്കറിയാം ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പോകും. പക്ഷെ ക്വസ്റ്റിന്റെ ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഈസും വാസും ഒക്കെ ഒന്ന് ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നെ മാറിപ്പോകും അല്ലെ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ചു വേണം എപ്പോഴും ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സ്ലൈറ്റ് വേരിയേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റിൽ ചെറിയ നേരിയൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഗുരുജി ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഡിസ്റ്റിലേഷൻ, ക്രോമാറ്റോഗ്രഫി, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ. സ്വേദനം, ക്രോമാറ്റോഗ്രഫി, അംശിക സ്വേദനം, ഉത്പതനം. അപ്പൊ 4 ഓപ്ഷനാണ് ഉള്ളത് നമുക്ക്. ഏതൊക്കെയാണ്? ഒന്നുകൂടി സാറ് പറയാം. ഡിസ്റ്റിലേഷൻ ഉണ്ട്, ക്രോമാറ്റോഗ്രഫി ഉണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്, സബ്ലിമേഷൻ ഉണ്ട്. അപ്പൊ ഇതില് ചിന്തിക്കുക ബോയിലിംഗ് പോയിന്റിന്റെ കേസില് നിങ്ങൾ ഇപ്പൊ കുറെ പേർക്ക് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ബോയിലിംഗ് പോയിന്റ് തിളനിലയിലെ വ്യത്യാസത്തിൽ ആകെ 2 ആൾക്കാരുള്ളൂ അല്ലെ? തിളനില വ്യത്യാസത്തില് ആകെ 2 ആൾക്കാരുള്ളൂ. അതപ്പോ ചില ആൾക്കാർ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ മാറ്റി തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണ്. കുറെ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അതേപോലെ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവൂല. അവിടെ ഞാൻ സാറ് 2 ഓപ്ഷൻ വേണമെങ്കിൽ തരാം. ഈ 2 ഓപ്ഷൻ കളയാം. ഏത്? ക്രോമാറ്റോഗ്രഫി ഒന്ന് കളഞ്ഞു തരാം, സബ്ലിമേഷൻ ഇതും കളഞ്ഞു തരാം. അതായത് മറ്റേ ക്രോമാറ്റോഗ്രഫിയും അതേപോലെ തന്നെ ഉത്പതനവും സാറ് മാറ്റി തരാം. അപ്പൊ ബാക്കിയുള്ളത് ആരാ? ഡിസ്റ്റിലേഷനും ഉണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഉണ്ട്, സ്വേദനമുണ്ട്, അംശിക സ്വേദനമുണ്ട്. ഇതിലേതായിരിക്കും? ഒന്ന് പറയാൻ നോക്കി. ഇതിലേതായിരിക്കും? കറക്കി കുത്തി എഴുതി വെക്കരുത് കേട്ടാ. അങ്ങനെ എഴുതി വെക്കണ പരിപാടി ഒന്നും അല്ല ഇത് കേട്ടാ. ഇപ്പൊ PSC പരീക്ഷയിൽ ചില ചേട്ടന്മാരൊക്കെ പോകുമ്പോഴത്തേനും എന്താണ് ഒരു ആൻസർ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് മറ്റേ നമ്മുടെ പേരിന്റെ അക്ഷരം പോലെ A വെച്ചിട്ടോ അല്ലെങ്കിൽ L വെച്ചിട്ടോ ഒക്കെ എന്താണ് മറ്റേ ഇങ്ങനെ മാർക്ക് ചെയ്തിടുന്നതൊക്കെ കാണാം. അങ്ങനെയല്ല കേട്ടാ. അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ബോയിലിംഗ് പോയിന്റിന്റെ തിളനിലയിലെ വ്യത്യാസത്തിൽ ഈ പറയുന്ന സെപ്പറേറ്റ് ചെയ്യുന്ന 2 ടെക്നിക്കുള്ളൂ. ഒന്ന് ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സ്വേദനവും അംശിക സ്വേദനം. ഇത്രയും സാറ് തന്നില്ലേ? ഇപ്പൊ ആൻസർ കിട്ടിയില്ലേടാ? കമന്റ് ഇട്ട് ഏതാണ് ആൻസർ? ആൻസർ എന്തായിരിക്കും?
ചെറിയ മറ്റേ ഗ്യാപ്പുള്ള ചെറിയ ബോയിലിംഗ് പോയിന്റ് വ്യത്യാസമുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരേ ഒരു ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ് ആ ടെക്നിക്ക്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ആ ടെക്നിക്ക് കേട്ടോ. ഏതാണ് ആ ടെക്നിക്ക്? ഏതാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അംശിക സ്വേദനമാണ്. മറക്കരുത് കേട്ടോ മക്കളെ. ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഈ സെപ്പറേഷൻ ടെക്നിക്സിന്റെ പേര് പഠിക്കുന്നതിന്റെ ഒപ്പം എക്സാമ്പിളും പഠിക്കാം. ഒരു സാധനമുണ്ട്, ബോക്സ് ആക്കി ചോദിക്കാറുണ്ട്. അതായത് ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്. അതേപോലെ ഇതേപോലെ ബ്രാക്കറ്റിൽ ഇട്ട് വന്ന് എടുത്തെഴുതാൻ ചോദിക്കാറുണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ഇട്ട് ചോദിക്കാറുണ്ട്, നേരത്തെ സെപ്പറേറ്റിംഗ് ഫണലിൽ ചോദിച്ച പോലെ. അപ്പൊ പല രീതിയിലും ചോദിക്കാം. പഠിക്കുമ്പോ എക്സാമ്പിളും കൂടെ പഠിക്കാം. ഓക്കെ, അല്ലാതെ ചുമ്മാ അത് പഠിച്ച് അതിന്റെ ഡെഫിനേഷൻ പഠിച്ച് അങ്ങനെ തീർക്കരുത്. പഠിക്കുമ്പോൾ ഡെഫിനേഷൻ പഠിക്കണം വേണം, അതേപോലെ എന്തും പഠിക്കണം, എക്സാമ്പിളും പഠിച്ചിട്ടുണ്ടാവണം. എന്നാലേ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, ഓക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മെത്തനോളിന്റെയും എക്സാമ്പിൾ ആണ് അല്ലെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ. അപ്പൊ അത് മാത്രം പഠിച്ചിട്ട് അതിന്റെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചിട്ട് അതിന്റെ ഇടയിലുള്ള ബോയിലിംഗ് പോയിന്റ് സ്ലൈറ്റ് വേരിയേഷൻ എന്നുള്ള പോയിന്റ് വിട്ടുപോയി എന്ന് വിചാരിക്കും. ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ ആലോചിച്ച് വെക്കാ. ഇപ്പൊ സാറ് പറഞ്ഞത് നാളെ വരുമ്പോ സാറിനെ ഓർക്കാം. എന്താണ്? സ്ലൈറ്റ് വേരിയേഷൻ ബോയിലിംഗ് പോയിന്റ്സിലുള്ള ഒരൊറ്റ സെപ്പറേഷൻ ടെക്നിക് ഉള്ളൂ. ഏതാണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ അല്ലേ? അംശിക സ്വേദനം. മറക്കരുത് കേട്ടാ. സെറ്റാണ് സാറ് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടാ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സാറേ അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇപ്പോ ഇതൊക്കെ എ പാർട്ടിൽ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എ പാർട്ടി ചോദിക്കുന്ന 1 മാർക്ക് ആയിട്ടുള്ള ഒരു, എല്ലാത്തിനും 1 മാർക്ക് ഒക്കെ പോലെ തന്നെ, എന്നാലും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള 1 വേർഡ് പോലെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എ പാർട്ടിൽ വരും. അത് ഇതേപോലെയാണ് ചോദിക്കാറ് കേട്ടോ. ഇതേപോലെ ബ്രാക്കറ്റ്സിലോ അല്ലാതെയൊക്കെയാണ് ചോദിച്ച് കണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 6th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, which among the following does not need any space to occupy? താഴെ പറയുന്നവയിൽ ഏതിനാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ലാത്തത്? എക്സാമ്പിൾ ഉണ്ട് അല്ല, എക്സാമ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. വുഡൻ ബ്ലോക്ക്, അതായത് ഒരു മരക്കട്ട. നമ്മൾ മറ്റേ വിറകൊക്കെ കീറാൻ നേരത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന ഒരു മരക്കട്ട. രണ്ടാമത്തേത് എയർ ആണ്, വായു. മൂന്നാമത്തേത് ലൈറ്റ്, പ്രകാശം. അതേപോലെ 4ാമത്തേത് കിറോസിൻ, മണ്ണെണ്ണ. അപ്പൊ 4 പേരുണ്ട്. ഈ 4 പേരിൽ സ്ഥലം ആവശ്യമില്ലാത്ത, അപ്പൊ ആലോചിക്കുക, ഈ ഡെഫിനേഷൻ നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ? 8ാം ക്ലാസ്സിൽ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെഫിനേഷൻ കേൾക്കാതെ ആ ചാപ്റ്റർ തുടങ്ങൂല. എന്താണ്? മാറ്ററിന്റെ ഡെഫിനേഷൻ ആണ് അല്ലെ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ്, ഇതിന്റെ ഒരു അനോടി ഉണ്ട്, എന്താണ്? മാസ്. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. അപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇതില് സ്ഥലം വേണ്ടാത്ത ഏതോ ഒരുത്തൻ കിടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. വുഡൻ ബ്ലോക്ക്, അതിപ്പോ ഇതൊരു മരക്കട്ടയാണെന്ന് വിചാരിക്കുക. ഇതിനെ ഞാൻ ഇങ്ങനെ എയറിൽ പിടിച്ചാലും താഴെ വെച്ചാലും ഇതിനൊരു സ്പേസ് വേണ്ടായിരിക്കാൻ? വേണ്ടടാ. ആലോചിക്കുക, അത് സിമ്പിൾ ലോജിക്കാണ് കേട്ടാ. ഇതിന്റെ ആൻസർ അറിഞ്ഞുകൂടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അതേപോലെ എയർ, അതിനും അതേപോലെ തന്നെ അതിൽ ഗ്യാസ് മോളിക്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനും എന്ത് വേണം? സ്പേസ് വേണമല്ലോ. അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ഓർമ്മയുണ്ടോ? അതായത് നമ്മളിപ്പോ ബാത്റൂമിലൊക്കെ നമ്മൾ കുളിക്കുന്ന നേരത്ത്, ഇപ്പോ അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളിപ്പോ ടീച്ചർമാർ ചെയ്തു തന്നിട്ടുണ്ടോ? ഒരു ബക്കറ്റിൽ, നിങ്ങൾ പലപ്പോഴും ചെയ്ത കാര്യങ്ങളായിരിക്കും, ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബക്കറ്റില് കപ്പ് ഇങ്ങനെ കമത്തി വെക്കുന്ന സമയത്ത് കപ്പ് അടിയിലേക്ക് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, കുളിക്കുന്ന നേരത്ത് അല്ലെ. അതിന്റെ കാരണം എന്താണ്? ഈ പറയുന്ന കപ്പിന്റെ ഉള്ളിൽ ആ സമയത്ത് എന്തുണ്ട്? ഈ പറയുന്ന എയർ ഉണ്ട്. ആ എയറിന് എന്ത് വേണം? ഇരിക്കാൻ ഒരു സ്പേസ് വേണം. കുറച്ച് കഴിഞ്ഞാൽ കപ്പൊന്ന് ചരിച്ചു കഴിയുമ്പോൾ ആരുള്ളോട്ട് കയറും? എയറിനെ തട്ടി മാറ്റി ആര് കയറുന്നുണ്ട്? വെള്ളം കയറുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ പറയുന്ന എയറിനും ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് വേണം അല്ലെ. അപ്പൊ ഇതിലെ ആൻസർ കൃത്യമായിട്ട് കിട്ടിയ ഒരു വേഗം ഒന്ന് കമന്റ് ചെയ്ത് എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് ആലോചിച്ച് നോക്കി. സിമ്പിൾ ആയിട്ട് ഏതായിരിക്കും ആൻസർ? ഈ പറയുന്ന 2 പേരെ ഞാൻ ഓൾറെഡി പറഞ്ഞു. വുഡൻ ബ്ലോക്കിന് നിങ്ങൾക്കറിയാം സ്പേസ് വേണം, എയറിനും എന്ത് വേണം? സ്പേസ് വേണം. അതേപോലെ കെറോസിൻ ഒന്ന് എടുത്തു നോക്കി. കെറോസിൻ, മണ്ണെണ്ണ. ഞാനത് വെറുതെ ഈ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പോലും ആ എയറിൽ അതിനൊരു സ്പേസ് ഉണ്ട്. അതേപോലെ അത് മറ്റേ പാത്രത്തിൽ വെച്ചാലും അതിനൊരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇതിൽ കോമൺ അല്ല, ഓഡ് വൺ ഔട്ട് ആരാണ് ഓഡ് വൺ ഔട്ട്? ലൈറ്റ് ആണല്ലേ, പ്രകാശം. അതിന് ശരിക്കും പറഞ്ഞാൽ സ്പേസ് വേണ്ട. ഓക്കെ ആണോടാ? ഐഡിയ മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ലൈറ്റ് ആണ് ഇതിന്റെ ആൻസർ കേട്ടാ. പ്രകാശം. ഓക്കെ, അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല. പക്ഷെ അതില് ബാക്കി 3 പേരുടെയും കാര്യം അറിയാന്നുണ്ടെങ്കിൽ ഇയാളെ നമുക്ക് എഴുതി വെക്കാം അല്ലെ. വുഡൻ ബ്ലോക്കിന്റെയും എയറിന്റെയും കെറാസിൻ, മണ്ണെണ്ണയുടെയും കാര്യങ്ങൾ അറിയാം. അവരൊക്കെ മാറ്റർ ആണ്, അവരൊക്കെ പദാർത്ഥമാണ്. അവർക്കൊക്കെ എന്തിനാണ്? ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഒരു സ്പേസ് വേണം എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ലൈറ്റ് ആയിരിക്കും അതില് ഓഡ് വൺ ഔട്ട് അല്ലെ. അതിൽ ഒറ്റപ്പെട്ട അയാളായിരിക്കും. അതങ്ങ് എഴുതി വെക്കാം. ഓക്കെ ആണോ? ഒരു പസിൽ പോലെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഐഡിയ മനസ്സിലായോടാ? സെറ്റ് അല്ലേ? അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ദൈവമേ
ലൈറ്റിന്റെ കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ സാറേ. ഒരു പേടിയും വിചാരിക്കണ്ട, ബാക്കിയുള്ളത് അറിയാലോ, ബാക്കിയുള്ള ആൾക്കാരെ അറിയാലോ, ബാക്കിയുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ഇയാളെല്ലാം ഓട് വൺ ഔട്ട്, അങ്ങനെ എഴുതി വെക്കാം. ഇതൊക്കെയാണ് ചെറിയ ചെറിയ ട്രിക്കുകൾ കേട്ടാ. മനസ്സിലായെന്ന് മിടുക്കന്മാരായിട്ട് സാറ്. മിടുക്കന്മാരായിട്ട് ഇതിന് ആൻസർ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റിലോട്ട് പോട്ടെ. ഓക്കെ അല്ലേ? ഇതൊക്കെ എ പാർട്ടി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ. ബി പാർട്ടിലൊക്കെ ചോദിക്കുന്ന സമയത്ത് മറ്റേ ABC പോലെ, അതായത് 2 ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ പോലെയൊക്കെ ചോദിക്കാം. അതിലും ഇതേപോലെ വരാം കേട്ടോ. അതിലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യനായിട്ടും ഇതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ, ചൂസ് ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ഗ്യാസസ്. അപ്പോ അതായത് താഴെ സാറ് കുറച്ച് പ്രസ്താവനകൾ തരും കേട്ടോ. അതായത് കുറച്ച് മറ്റേ ഇത് എ പാർട്ടി ചോദിക്കുന്നതല്ല കേട്ടോ. പ്രസ്താവനകൾ കുറച്ച് എന്താണ് പറയാ, കുറച്ച് മറ്റേ സ്റ്റേറ്റ്മെന്റ്സ് സാറ് തരും. അപ്പോ ഇതില് ഗ്യാസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, നമ്മുടെ വാതകങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് മീൻസ് കുറച്ച് പോയിന്റ് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റ് ഏതാണെന്നൊന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ സാറ് ചോദിക്കുന്നത് ഗ്യാസിന്റെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഗ്യാസ് തന്നെ ആണെന്നില്ല. ഏതിന്റെ ആവാം? ലിക്വിഡിന്റെ ആവാം, അതായത് ദ്രാവകത്തിന്റെ ആവാം, ചിലപ്പോൾ എന്തിന്റെയും ആകാം, ഖരത്തിന്റെയും ആവാം അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം പഠിച്ച ഒരു വെടിക്ക് 3 പക്ഷിയാ. അതായത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതിന്റെയും അതിന്റെ ഒപ്പം കിട്ടാൻ നമുക്ക്. നമ്മൾ ആ മറ്റേ ഒരു ബോക്സ് പോലെ പഠിച്ചിട്ടുണ്ടാവും. എന്റെ വിന്നേഴ്സിലെ മക്കൾ എല്ലാവരും ആ ബോക്സ് പഠിച്ചിട്ടുണ്ടാവും. ആ ബോക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റായി. ഈ സോളിഡ് ലിക്വിഡ് ഗ്യാസും വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ഖരം, ദ്രാവകം, വാതകത്തിന്റെ കൃത്യം പരിപാടിയെ ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോ അല്ലാത്ത എന്റെ മക്കളാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും വായിക്കണം കേട്ടാ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് സാധാരണ ചോദിക്കാറുണ്ട്, അത് പതിവാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്ന അങ്ങനെയല്ല, ഒന്നില്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് പോലെ ചോദിക്കും, അതല്ലെങ്കിൽ ഇതിൽ ഏതാണ് എടുത്തെഴുതാൻ ചോദിക്കും. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എടുത്തെഴുതാനാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. പാർട്ടിക്കിൾസ് ഹാവ് ലെസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ വളരെ കുറവാണ്. ഇതാണ് പറയുന്നത് ഫസ്റ്റ്. അപ്പൊ ഇതില് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. ഇതിന്റെ പോലത്തെ ഒരു ഇതിന് അതിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റനിൽ നോക്കിയതാണ് അല്ലെ. അപ്പൊ ഏകദേശം ചിലവർക്ക് അതിന്റെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇസ് വെരി ലാർജ്. ഏകദേശം ഒരു പരിപാടി കിട്ടി അല്ലെ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റൻ നമ്മൾ കേട്ടു. അതായത് കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ് അല്ലെ. അങ്ങനെയാണ് പറയുന്നത്. വളരെ കൂടുതലാണ്, കുറച്ച് കൂടുതലാണെന്നല്ല പറയണേ, വളരെ കൂടുതലാണ്. അപ്പൊ അതൊരാൾക്കുള്ളൂ കേട്ടോ. അപ്പോ ഇനി മൂന്നാമത്തേത്, പാർട്ടിക്കിൾസ് റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇവരെല്ലാം ഭയങ്കര കട്ട കുത്തിയായിരിക്കുന്നത്. 3 ഫിഗർ ഞാനിപ്പോ വരച്ച് കാണിച്ചായിരുന്നു അല്ലെ. പാർട്ടിക്കിൾസ് ഇരിക്കുന്ന ഭയങ്കര കട്ട കുത്തിയാണ് പറയണത്. അപ്പൊ ആലോചിച്ച് നോക്കുക, അത് ഗ്യാസ് ആണോ, അത് വാതകത്തിന്റെ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ ആൻസർ കിട്ടണം കേട്ടോ. ഇപ്പൊ തന്നെ പതുക്കെ തട്ടിക്കോള ആൻസർ. ഓക്കെ, ഞാൻ അതുപോലെ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്. ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. അതായത് കണികകളുടെ ഊർജ്ജം വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ചിലപ്പോൾ നിങ്ങളെ കുറച്ച് ഡൗട്ട് എടുപ്പിക്കായിരിക്കും, പക്ഷെ ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ കിട്ടിയ മക്കൾ വേഗം കമന്റ് ഇടാൻ നോക്കിയേ. പാർട്ടിക്കിൾസ് ഹാവ് ലെസ് ഫ്രീഡം ഓഫ് മൊമെന്റ്. കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം ഭയങ്കര കുറവാന്നാ പറയണേ. ഗ്യാസിന് അങ്ങനെയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഗ്യാസിന് അങ്ങനെയാണോ? ആണോ? അല്ലടാ, അങ്ങനെയല്ല. അതായത് ഈ ഗ്യാസിന്റെ പാർട്ടിക്കിൾസിന് എങ്ങോട്ട് വേണം സഞ്ചരിക്കാം അല്ലെ. മറ്റേ ഫയർമാൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ അല്ലെ. മമ്മൂക്കട സിനിമയിൽ പറയുന്നത് ഈ ഇവര് ഗ്യാസ് മോളിക്യൂളിനെ കാണാൻ പറ്റൂല, ഈ മറ്റേ അമോണിയുടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചേക്കാം. അപ്പൊ ഇത് എവിടം വരെ പടർന്നെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇത് പടർന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇവര് മറ്റേ എന്തിട്ടാണ് ഒരു വാക്കി ടോക്കി പോലത്തെ ഒരു ഇൻഡിക്കേഷൻ ഉള്ള ഒരു മെഷീൻ യൂസ് ചെയ്യും. ഈ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ നോക്കണം. നോക്കി വരുമ്പോ ഇതിങ്ങനെ പോവാണ്. എവിടെ ചെന്നാലും ഇതിന്റെ ഡിറ്റക്ഷൻ കിട്ടുക. കാരണം എന്താ, ഇത് എവിടെയൊക്കെ പോകുന്നൊരു പിടുത്തൂല്ല. അതല്ലേ നമ്മളുടെ വീട്ടില് ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ സ്മെല്ല് കിട്ടും. അത് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഗ്യാസിന് എന്തില്ല, സ്മെല്ലില്ല. പക്ഷെ നമ്മളതില് വീട്ടിലെ ഗ്യാസ് പോകുന്നുണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മളതിൽ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോഴാണ് അതിന് സ്മെല്ല് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഈ സാധനം പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എത്ര ദൂരം വരെ പോകുന്നു യാതൊരു പിടുത്തൂല്ല അല്ലെ. കാരണം എന്താണ്, അത്രയും മൂവ്മെന്റ് കിട്ടുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്, ഗ്യാസിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റും. അത്രയും സ്പീഡില് വളരെ വിതിൻ സെക്കൻഡ്സിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്ന സാധനമാണ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ വാതക കണികകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടോ? ഇതില്ല. ലെസ് ഫ്രീഡം ഓഫ് മൊമെന്റ് അല്ല ഗ്യാസിനുള്ളത്, നല്ല ഫ്രീഡം ഓഫ് മൊമെന്റ്. അപ്പൊ ഇത് തെറ്റാ. അപ്പൊ ഈ പരിപാടി അങ്ങ് അവസാനിച്ചു. ഓക്കെ അല്ലേ. അപ്പൊ അടുത്തയിലേക്ക് ഒന്ന് പോവാൻ നോക്കി. ഈ പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഇസ് വെരി ലാർജ്. ഇതിപ്പോ പറഞ്ഞല്ലടാ സാറ്, സെക്കൻഡ് ക്വസ്റ്റിൽ സാറ് പറഞ്ഞല്ലേ, വരച്ച് കാണിച്ചല്ലേ. സോളിഡിന് എങ്ങനെയാണ് കട്ട കുത്തിരിക്കുക, ലിക്വിഡിന് എങ്ങനെയാണ് കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നല്ല ഡിസ്റ്റൻസ് ഉള്ള ആർക്കാണ്,
ഗ്യാസിനാണ് അല്ലെ. വാതകത്തിനാണ് നല്ല ഡിസ്റ്റൻസ് ഉള്ളത്, നല്ല ഗ്യാപ്പ് ഉള്ളത് മോളിക്യൂൾസിൽ, മറ്റേ കണികകൾക്ക് തന്മാത്രകളിൽ നല്ല ഗ്യാപ്പ് ഉള്ളത് ആർക്കാണ്? ഈ പറയുന്ന ഗ്യാസിനാണ്. അപ്പോ ഇത് ശരിയല്ലേ? ഇതാരുടെയാണ്? ഗ്യാസിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ ഒരെണ്ണം കിട്ടി. ഓക്കെ ആണോ? 2 മാർക്കാണ്. അപ്പൊ ഇതൊരെണ്ണം കിട്ടിയില്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അതേപോലെ അടുത്തിലോട്ട് നോക്കുക. പാർട്ടിക്കിൾസ് റിമെയിൻസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇപ്പൊ തന്നെ പറഞ്ഞതാ, കട്ട കുത്തി നിൽക്കുന്ന ആർക്കാണ്? ഗ്യാസിനാണോ? അല്ല, ഭയങ്കര സ്നേഹബന്ധമുള്ളത് ആർക്കാ? സോളിഡിനാണ് അല്ലെ. ഭയങ്കര സ്നേഹമുള്ളത് ഈ പറയുന്ന സോളിഡിനാണ്. അപ്പൊ ഗ്യാസിന് അതില്ല, ഖരത്തിനാണ് ഉള്ളത്, വാതകത്തിന് അതില്ല. അപ്പൊ ഇതും പോയി. ഓക്കെ, അപ്പൊ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ ട്ടാ. നമുക്ക് നോക്കാം ഇനി വേണമെങ്കിൽ. അടുത്തത് ഡി നോക്കി. എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് വെരി ഹൈ. കണികകളുടെ ഊർജ്ജം വളരെ വളരെ കൂടുതലാണെന്നാണ്. അപ്പൊ ചിലവര് ആ ഒരു പോയിന്റ് ചിലപ്പോ വിട്ടുപോയിട്ടുണ്ടാവും, ചില സമയത്തൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മളെ ഒരു ടർഫിൽ ഇട്ടിരിക്കുന്നു, ഒരു ടർഫ്, നല്ലൊരു ടർഫ്. എല്ലാവരും ഇപ്പോൾ ടർഫിലൊക്കെ കളിക്കാറുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഈ കളിക്കുന്ന സമയത്ത് ഒരു ടർഫിൽ ഒരു 500 പേരിട്ടേക്കാണ്. ആലോചിച്ച് നോക്കുക, ഒരു 500 പേരെ ഒരു ടർഫിൽ ഇട്ടേക്കാണ്. എന്നിട്ട് ഓടാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓടാനുള്ള എനർജി ഉണ്ടാവുമോ? എങ്ങാണെങ്കിലും പോവാൻ പറ്റുമോ? ഇടിച്ചിടിച്ച് തോക്കൂലേ? നേരെ മറിച്ച് അവിടെ ഞാനൊരു 5 പേരെയോ 10 പേരെയോ ഇട്ടെന്ന് വിചാരിക്കാം, എങ്ങോട്ട് വേണം സഞ്ചരിക്കാം, നല്ല എനർജി ആയിരിക്കും, ഓടിച്ചാടി കളിക്കാൻ പറ്റും. കാരണം എന്താ? ഫ്രീഡം ഓഫ് മൊമെന്റ് കൂടുതലാണ്, നല്ല ഗ്യാപ്പ് അവരുടെ ഇടയിലുള്ളത് അല്ലെ. അപ്പൊ അത്രയും ഗ്യാപ്പ് ഉള്ളത് ആർക്ക് മാത്രം വരുന്നടാ? സാർ ഇവിടെ വരച്ചതില് ഗ്യാസിന് മാത്രം വരുന്നു, വാതകത്തിനാണ്. അപ്പൊ നോക്കി, നല്ല എനർജി ആർക്കാണ്? ഗ്യാസിനല്ലേ, വാതകത്തിനല്ലേ. അപ്പൊ ആകെ 2 പോയിന്റ് ആണ് ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറയാനുള്ളത്. ഒന്ന് ഏതാണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ. അതേപോലെ ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. അതായത് കണികകളുടെ ഊർജ്ജവും വളരെ കൂടുതലാണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും ആർക്ക് പറയാനുള്ളത്? നമ്മളുടെ ഗ്യാസ് മോളിക്യൂൾസിന് പറയാനുള്ളത്. ഐഡിയ കിട്ടിയ മനസ്സിലായ? സെറ്റ് അല്ലേ? അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. കാരണം വേറെ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. സിമ്പിൾ ലോജിക്കാണത് അല്ലെ. സാമാന്യ ബോധം വെച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ ആണത്. വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. സെറ്റ് അല്ലേടാ? ഓക്കെ ആണ് സാറ് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് അതിന്റെ ആൻസർ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാം ഇൻ ദ ഗിവൺ പിക്ചർ. ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ. ഈ ഫിഗർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്തോ പോലെ ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ സാധനം വെച്ചിരിക്കുന്നു, ടാപ്പ് വെച്ചിരിക്കുന്നു, തുറക്കുന്നു, മറിക്കുന്നു, ബീക്കർ വെച്ചിരിക്കുന്നു അടിയിൽ എന്നൊക്കെ സാറ് പറഞ്ഞ് പഠിപ്പിച്ചതെന്നാണ് അല്ലെ. അതേപോലത്തെ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ഈ ചേട്ടന്റെ പേര് എന്താണെന്നാണ് ഫസ്റ്റ് ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് അപ്പാരറ്റസ്? ഈ ഉപകരണത്തിന്റെ പേരെന്ത്? ആൻസർ എല്ലാവർക്കും ഇപ്പൊ പടപടാന്ന് കിട്ടിയിട്ടുണ്ടാവും. വേറെ എന്തിന്റെ ഫിഗർ നിങ്ങൾ മറന്നുപോയാലും ഈ പറയുന്ന സാധനത്തിന്റെ ഫിഗർ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് വളരെ വളരെ കുറവാണ് അല്ലെ. ഒരു എന്താണ് ക്രൗൺ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇതങ്ങനെ മറക്കാനൊന്നും വഴിയില്ല. ഇതിന്റെ ആൻസർ പടപടാന്ന് കിട്ടിയിട്ടുണ്ടാവും. വേഗം തന്നെ കമന്റിൽ ഇടാം. എന്താണ് ഇതിന്റെ ആൻസർ? എന്താണ്? സിമ്പിൾ ആണല്ലേ സാർ. ഇതിനെ കൂടുതൽ ഇനി പറഞ്ഞ് വിശേഷിപ്പിക്കുന്നില്ല. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. എന്താണ് ഇതിന്റെ ആൻസർ? സെപ്പറേറ്റിംഗ് ഫണലാണ് അല്ലെ. എന്താണ്? സെപ്പറേറ്റിംഗ് ഫണലാണ്. അപ്പോ ഇതിൽ വെച്ച ആൾക്കാരെ നിങ്ങൾക്കറിയാം അല്ലെ. ഏത് സാധനമാണ് ഇതിൽ വെച്ചത്? അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ അടുത്തിലോട്ട് വരുന്നത്. അപ്പോൾ സെപ്പറേറ്റിംഗ് ഫണൽ റിപ്പീറ്റഡ്ലി ചോദിച്ചാണ്. അപ്പോൾ ഇതൊരു ബി പാർട്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാർ അതാണ് ഒന്നും കൂടി ഇട്ടത്. സെപ്പറേറ്റിംഗ് ഫണൽ ഒരു 3 വർഷം റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ മറക്കാണ്ടത് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ അതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഫിൽ 1/4 ഓഫ് ദിസ് അപ്പാരറ്റസ് വിത്ത് കെറോസിൻ. അതായത് ഇതിന്റെ ഒരു 1/4 ഭാഗം കെറോസിൻ ഒഴിക്കുക. ഇതിൻ്റെ ഉള്ളിൽ മോളിൽ കൂടിയാണ് ഒഴിക്കുന്നത്. അതിന്റെ ഇതൊക്കെ പുറത്ത് ടോപ്പൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു 1/4 ഭാഗത്തോളം ഈ പറയുന്ന കെറോസിൻ മണ്ണെണ്ണ ഒഴിക്കുക. അതേപോലെ ആഡ് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ. അത്രയും തന്നെ ഒരു 1/4 ഭാഗം എന്ത് ചെയ്യുക? ഇതേപോലെ വാട്ടർ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം കുലുക്കുക എന്നാ പറയുന്നത്. ഷെയ്ക്ക് വെൽ. കീപ് ഇറ്റ് അസൈഡ് ഫോർ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഒബ്സർവ്. കുറച്ചു നേരം മാറിയിരിക്കുക, അതിനവിടെ വെക്കുക. വെറുതെ മാറി നിലത്തിടരുത്, പൊട്ടിപ്പോവും. അപ്പോൾ അതിന് ചില്ലുള്ള ഒരു അപ്പാരറ്റസ് ആണ്. അങ്ങനെയല്ല, ഒരു സ്റ്റാൻഡ് ഉണ്ട് അതിന് അല്ലെ. ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾ, ആ ഫിഗറിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട് അല്ലെ. ആ സ്റ്റാൻഡിൽ ഇതേപോലെ അതിനെ ഫ്രീ ആയിട്ട് വെക്കുക. ഫ്രീ ആയിട്ട് വെച്ചിട്ട് കുറച്ചു നേരം മാറിയിരിക്കുക. എന്താണ് സംഭവിക്കുക? ചോദ്യം 1, വിച്ച് ലിക്വിഡ് ഈസ് സീൻ അറ്റ് ദ ബോട്ടം? ഏറ്റവും അടിയിൽ ആരിയിരിക്കും? ചോദ്യം 2, എന്തുകൊണ്ട്? വൈ? അപ്പൊ 2 ആൻസർ അവിടെ എഴുതണം. ആരാണ് ഏറ്റവും അടിയിൽ വരിക, എന്തുകൊണ്ടാണ് അവർ വരിക എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, ഈ ഉപകരണത്തിൽ 1/4 ഭാഗം മണ്ണെണ്ണയും 1/4 ഭാഗം വെള്ളവും നിറച്ചിട്ട് നല്ലോണം കുലുക്കിയ ശേഷം വെറുതെ വെക്കുക. എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. എന്നിട്ട് ഇതിൽ ഏറ്റവും അടിയിൽ വരുന്ന ആള് ആര്, എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ അറിയാവുന്നവർ വേഗം കമന്റ് ഇടുക. ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആരാണ് അടിയിൽ വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അത് അടിയിൽ വരുന്ന ആരാണെന്ന് മനസ്സിലായവര് അപ്പൊ തന്നെ എന്തുകൊണ്ടാണെന്നും കിട്ടിക്കാണണം. അത് വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ കിട്ടാനുള്ളൂ. കാരണം
ആ ഫിഗർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ മുകളിൽ ആര് അടിയിൽ ആരെന്ന് അല്ലെ. അതിനൊരു കാരണം അറിയാവുന്നവർ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്തിട്ടോ. ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന രണ്ട് സാധനം സാർ നേരത്തെ തൊട്ട് പറയുന്നുണ്ട് ഇമ്മിസിബിൾ ആണ്. അതായത് എന്താണ്, തമ്മിൽ എന്ത് ചെയ്യില്ല, വലിയ ബന്ധമൊന്നുമില്ല, മിണ്ടൂല, തമ്മിൽ അങ്ങോട്ട് കലരാത്ത ആൾക്കാരാണ്, അങ്ങോട്ട് ഒരു യോജിക്കാത്തൊരു ടീമാണ് ആക്ച്വലി എന്ത് ഈ പറയുന്ന കെറോസിനും വാട്ടറും, വെള്ളവും മണ്ണെണ്ണയും, അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. അപ്പൊ ആ കേസിൽ വെച്ച് നോക്കുമ്പോൾ ഇതിനിങ്ങനെ കുലുക്കി എത്രയൊക്കെ കിടന്ന് കുലുക്കിയാലും എവിടെ മറ്റേ ഊഞ്ഞാലാട്ടുന്ന പോലെ ആട്ടിയാലും കാര്യമില്ല. എന്താണ്, ഇതൊരിക്കലും എന്താവില്ലടാ, മിക്സ് ആവില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ പറയുന്ന സാധനത്തിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം നമ്മൾ ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ അടിയിൽ വന്ന ആരായിരിക്കും? ആൻസർ ഒക്കെ വന്ന് കാണണമല്ലോ. എന്തായിരിക്കും അടിയിൽ വന്നത്? ആരായിരിക്കും? നോക്കിയേ, ആരായിരിക്കും? വാട്ടർ ആയിരിക്കും അടിയിൽ വന്നത്. കാരണം ഇത്രേ ഉള്ളൂ, ഡെൻസിറ്റി കൂടുതൽ ആർക്കാ? വാട്ടറിന. കെറോസിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ, സാന്ദ്രത കൂടുതൽ ആർക്കാണ്? ഈ പറയുന്ന ജലത്തിനാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ അടിയിൽ വരും, കെറോസിൻ ആരുടെ മുകളിൽ വരും? വാട്ടറിന്റെ മുകളിൽ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ടാപ്പ് അങ്ങ് പതുക്കെ അങ്ങ് തുറക്കും. അപ്പൊ അതിന്റെ പ്രൊസീജിയറും കൂടെ മനസ്സിലോട്ട് വരണം കേട്ടോ, എന്താ സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ടാപ്പ് ഒന്ന് പതുക്കെ തുറക്കും. അപ്പൊ ഈ പറയുന്ന വെള്ളം പതുക്കെ ബീക്കറിലോട്ട് വരും. എന്നിട്ട് വെള്ളം വന്ന് തീരാറാകുമ്പോൾ ഒരു ലൈൻ നമുക്ക് കാണാൻ പറ്റും, ഈ രണ്ട് മുട്ടാത്തൊരു ലൈൻ. ഓക്കെ, ഇത് വന്ന് വെള്ളം അങ്ങോട്ട് തീരുന്ന സമയത്ത് ടാപ്പ് അങ്ങോട്ട് പൂട്ടുക. അപ്പൊ അടിയിൽ മൊത്തം വെള്ളം കിട്ടി, മുകളിൽ ആ പറയുന്ന സാധനത്തിൽ മൊത്തം എന്തുണ്ട്? മണ്ണെണ്ണയുണ്ട്, കെറോസിൻ ഉണ്ട്. രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതാണ് മെത്തേഡ്. ഓക്കെ ആണോടാ? ഐഡിയ മനസ്സിലായോ? അപ്പൊ ഡെൻസിറ്റിയുടെ കാര്യം പഠിച്ചു വെച്ചോളൂ കേട്ടാ. എന്തുകൊണ്ടാണ് വാട്ടർ അടിയിൽ വന്നത്? വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണ് അപ്പൊ മണ്ണെണ്ണ മുകളിൽ പോയത്, കെറോസിൻ മുകളിൽ പോയതിന്റെ കാരണം എന്താണ്? അത് ഡെൻസിറ്റി കുറവാണ് വാട്ടറിനേക്കാളും. ഐഡിയ മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ ആണെന്ന് സാറ് വിചാരിക്കുന്നു കേട്ടാ. ഇതേപോലെ സെപ്പറേറ്റിംഗ് ഫണലിലെ ക്വസ്റ്റ്യൻ മാത്രമല്ല, വേറൊരു സാധനം കൂടി വരാനുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, പഠിക്കുമ്പോൾ എല്ലാത്തിന്റെയും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ തന്നെ മനസ്സിൽ കൊണ്ടുവരും. ഓക്കെ, ഇതിനിങ്ങനെ ചോദിക്കുമായിരിക്കും, എന്നാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഓക്കെ, അല്ലാതെ ഇതിനെ കാണാപ്പാടം, ഇതിനെ മറ്റേ ചുമ്മാ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. ഓക്കെ, പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, നമ്മളൊരു കുട്ടിയാവാം. ഓക്കെ, ഞാനൊരു ടീച്ചറാണ്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന പോലെ നിങ്ങൾ ഒരു ടീച്ചറാവാം. അപ്പോൾ കുട്ടികൾ എങ്ങനെയായിരിക്കും നമ്മളോട് ഇതേപോലെ ചോദ്യങ്ങൾ, ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ഈ ശരങ്ങൾ വരും എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സാറേ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സം സബ്സ്റ്റൻസസ് ആൻഡ് ദെയർ ബോയിലിംഗ് പോയിന്റ്സ് ആർ ഗിവൺ ബിലോ. അപ്പൊ തന്നെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ബോയിലിംഗ് പോയിന്റ് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലായോ ഏതാണ് എന്തോ പരിപാടി? സാർ ഇപ്പൊ തന്നെ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. ചില പദാർത്ഥങ്ങളും അവയുടെ തിളനിലയും താഴെ നൽകിയിരിക്കുന്നു. നോക്കിയേ, വിച്ച് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് കമ്പോണന്റ്സ് ഫ്രം ദ മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് മെത്തനോൾ. എത്തനോളും മെത്തനോളും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഏതു മാർഗം പ്രയോജനപ്പെടുത്താം? സാറ് പറഞ്ഞു എത്തനോളും മെത്തനോളും കലർന്ന സാധനത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മാർഗമാണ് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ആൻസർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഏതായിരുന്നു ആൻസർ? ഇപ്പൊ തന്നെ കമന്റിലോട്ട് ഇട്ടേ. നേരത്തെ തന്നെ കിട്ടിയില്ലേ? നേരത്തെ തന്നെ പറഞ്ഞല്ലേ? അത് തന്നെയാണ് അതിന്റെ ആൻസർ, വേറെ ഒന്നുമില്ല. കുറച്ച് എക്സാമ്പിൾ ഇവിടെ ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് സാറ്. ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, സ്വേദനം, ആംശിക സ്വേദനം, ഉത്പാദനം. ഇതിലേതായിരിക്കും? സിമ്പിൾ ആയിട്ട് പറഞ്ഞേ. എന്തായാലും ഈ പറഞ്ഞ സബ്ലിമേഷൻ അല്ല, കത്തി മറ്റേ ആവിയായിട്ട് പോകുന്ന സാധനം. അതേപോലെ ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ആണ്. ഇപ്പൊ ഇതിൽ ഏതായിരിക്കും? ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ആൻസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്റെ മക്കള്, എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ആൻസർ സാറ് കാണിക്കാനായിട്ട്. എന്താണ് ആൻസർ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം. വേറൊന്നുമില്ല. സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് സ്ലൈറ്റ് വേരിയേഷൻ, ചെറിയൊരു തിളനിലയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് വരിക, അംശിക സ്വേദനമാണ് വരുന്നത്. ഐഡിയ മനസ്സിലായോടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പോയിന്റ് മനസ്സിലായല്ലോ? ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം ഒന്നും കൂടെ വന്നു. പല ടൈപ്പിൽ ഈ സാധനം ചോദിക്കും. ഐഡിയ മനസ്സിലായോ? എക്സാമ്പിൾ വെച്ച് ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. സെറ്റ് അല്ലേ? അതേപോലെ നെക്സ്റ്റില് ഓക്കെ, അപ്പോ അടുത്തത് രണ്ടാമത്തെ ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. നോക്കി, സെക്കൻഡ് ഒരു ക്വസ്റ്റൻ ഉണ്ട്. അപ്പൊ ഒന്നാമത്തത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. സെറ്റ് ആക്കിയല്ലോ? മനസ്സിലായല്ലോ? അംശിക സ്വേദനം മറക്കരുത്. രണ്ട് ടൈപ്പായി ഇപ്പൊ ചോദിക്കണേ. സെയിം സാധനം തന്നെ പിന്നെയും ചോദിച്ചു. ഇനി രണ്ടാമത്തത്
ഗിവ് റീസൺ ഫോർ ചൂസിങ് ദിസ് മെത്തഡ് ഫോർ സെപ്പറേഷൻ. ഈ മാർഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പൊ സാർ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ് സാറ്? അതായത് ജസ്റ്റ് ആ വൺ വേർഡ് പോലെ ചോദിച്ചുള്ളൂ. ഇപ്പൊ ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാരണം കൂടി പറയണം. എന്തുകൊണ്ടാണ് ഇവിടെ യൂസ് ചെയ്തതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഒന്നും അറിയില്ലെങ്കിൽ എന്ത് എഴുതി വെക്കുക? ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് എഴുതി വെച്ചാൽ പരിപാടി അവസാനിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അത് തന്നെയാണ് അതിന്റെ ആൻസർ. നോക്കിക്കേടാ, സംഭവത്രേ ഉള്ളൂ. ഓക്കെ, നോക്കി എന്താണ് അതിന്റെ ആൻസർ? അതായത് if the boiling points of the compound have very small differences, fractional distillation is to be used to separate them. മിശ്രിതത്തിലെ ഘടകങ്ങളും നിലയിൽ വളരെ വ്യത്യാസം മാത്രമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാനായി അംശിക സ്വേദനം ഉപയോഗിക്കാം. അപ്പോൾ തിളനിലയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന എന്താണ് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. അപ്പൊ ബോയിലിംഗ് പോയിന്റിന്റെ സ്ലൈറ്റ് വേരിയേഷൻസിൽ ഉപയോഗിക്കുന്ന സാധനം ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറൊരു സാധനം വരും. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, അതായത് നല്ല ഡിഫറൻസ് ഉണ്ട് ബോയിലിംഗ് പോയിന്റിലെങ്കിൽ. ബോയിലിംഗ് പോയിന്റ് വളരെയേറെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഐഡിയ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇത് പഠിച്ചാൽ അതും പഠിക്കാം അല്ലെ? കൂടുതൽ വേരിയേഷൻ ആണ് ബോയിലിംഗ് പോയിന്റ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. പിന്നെ ഡിസ്റ്റിലേഷന്റെ കേസിൽ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ മാത്രമല്ല, ചിലതിൽ വോളറ്റൈലും നോൺ വോളറ്റൈലും ആയിട്ടുള്ള സാധനത്തിൽ, അതായത് ബാഷ്പശീലം ഉള്ളതും ബാഷ്പശീലം ഇല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരും നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നു, സ്വേദനം ഉപയോഗിക്കുന്നു. മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒപ്പം സാറ് ആ ഒരു പോയിന്റും കൂടെ പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ സാർ ഇത് അടുത്ത ക്വസ്റ്റിനോട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം സാർ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ? നമ്മളുടെ ഈ പാഠത്തിൽ ആകെയുള്ള ഒരു ട്രയാങ്കിൾ ഫിഗർ ആണ്. ഇതേപോലെ ഇരിക്കുന്ന ഒരു ഒറ്റ സാധനം നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഒരുപാട് 6 ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവസ്ഥാ പരിവർത്തനം 6 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യം നിങ്ങൾ പ്രത്യേകിച്ച് വായിക്കണം എന്ന് വരില്ല അല്ലെ? സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, അതേപോലെ അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ആരോ മാർക്ക് ശ്രദ്ധിച്ച് എയും ബിയും എഴുതുക. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോളിഡ് ലിക്വിഡ് ആകുന്നത് ലിക്വിഫാക്ഷൻ, ദ്രവീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ. ദ ഫിഗർ ഷോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്, അനലൈസ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് ദ നെയിംസ് ഓഫ് പ്രോസസ് എ ആൻഡ് ബി. എയും ബി എഴുതാൻ വേറൊന്നും അതിൽ പറയണില്ല. ഓക്കെ, ആരോ മാർക്ക് ശ്രദ്ധിക്കണം കേട്ടാ. എ എന്ന് പറയുന്നത് ലിക്വിഡ് ഗ്യാസ് ആവുന്നു, ദ്രാവകം വാതകമാകുന്ന പ്രോസസ് ഏതാണ്? അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ്, അവസ്ഥാ പരിവർത്തനം ഏതാണെന്നാണ് എ. ഓക്കെ, ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തെറ്റിച്ച് കളയുന്ന ഒരുപാട് മക്കളുണ്ട്, എനിക്കറിയാം. അത് കാരണം ഒരു 6 എണ്ണം ഇപ്പൊ വിന്നേഴ്സിൽ നമ്മളെ മെറ്റീരിയൽ കൃത്യമായിട്ട് ഒരു ആരോ മാർക്കറ്റിംഗ് ഇങ്ങനെ കിടക്കടാന്ന് തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കൂല, ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് തെറ്റിച്ചോളിയും. ഇപ്പൊ 2 മാർക്കോട് പോയി കിട്ടൂലേ? അപ്പൊ ഇനി ശ്രദ്ധിക്കാം, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, അതാണ് എ. സോളിഡ് ഗ്യാസ് ആവുന്നതാണ് ബി. അല്ലാതെ ഇങ്ങോട്ട് ആരോ മാർക്ക് നോക്കരുത്. ആരോ മാർക്ക് കൃത്യമായിട്ട് നോക്കിയേ. സോളിഡ് ഗ്യാസ് ആവുന്നു, ഖരം വാതകമാകുന്നു, അതാണ് ബി. ആൻസർ അപ്പൊ പടപടാന്ന് വേഗം ഒന്ന് കമന്റ് ഇട്ട് എന്തായിരിക്കും? എ എന്തായിരിക്കും? ലിക്വിഡ് ഗ്യാസ് ആവുന്നത്. നിങ്ങൾ ചുമ്മാ ആലോചിച്ചാൽ മതി. എന്നിട്ടാണ് പുഴയിൽ കിടക്കുന്ന വെള്ളം ചൂടാവുമ്പോൾ ഇങ്ങനെ പോകുന്നു അല്ലെ? ഗ്യാസ് ആയിട്ട് ആവിയായിട്ട് പോകുന്നു. അതിനൊരു സാധനം നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോയതാണ് അല്ലെ? പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. എനിക്കൊണ്ട് 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സാധനമാണ് അല്ലെ? എന്താണ് ആ 7ലോ അല്ലാന്നുകൊണ്ട് അതിന് മുന്നേ പഠിക്കുന്നതാണ്. എന്താണ് ആ പ്രോസസ്സിന്റെ പേര്? എന്തായിരിക്കും ആ പ്രോസസ്സിന്റെ പേര്? വേഗം ഒന്ന് അടിച്ചു വിട്ടേ. എന്തായിരിക്കും ആ പ്രോസസ്സിന്റെ പേര്? എന്തായിരിക്കും? വേപ്പറൈസേഷൻ ആണ് കേട്ടാ. എന്താണ് അതിന്റെ പേര്? വേപ്പറൈസേഷൻ, ബാഷ്പീകരണമാണ് ആ പറയുന്ന പ്രോസസ്. അപ്പൊ ലിക്വിഡ് ഗ്യാസ് ആവുന്നത്, ദ്രാവകം വാതകമാകുന്ന പ്രോസസ് ഏതാണ്? ബാഷ്പീകരണം. 2ാമത്തെ പ്രോസസ് ഇൻഡയറക്ട്ലി ചോദിച്ചതാ. നോക്കിയടാ, ഓൾറെഡി ഒരു സാധനം നമ്മൾ പഠിച്ചാണ് അല്ലെ? സോളിഡ് ഗ്യാസ് ആവുന്നത്, ഖരമായിട്ടുള്ളൊരു വസ്തു ചൂടാക്കുമ്പോൾ നേരെ ആരാകുന്നു? ഗ്യാസ് ആവുന്നു. ആരാവാതെ? ലിക്വിഡ് ആകാതെ, ദ്രാവകമാകാതെ വാതകമാകുന്നു. വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന ഒറ്റൊരു പ്രോസസ്സേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, ഒറ്റൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചിട്ടുള്ളൂ. ഏതാണ് ആ സാധനം? വേഗം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഓൾറെഡി ഇപ്പൊ 2 വട്ടം നമ്മളത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതാണ്? സബ്ലിമേഷൻ, ഉത്പതനമാണ് കേട്ടാ, സബ്ലിമേഷൻ. അപ്പൊ ഈ സബ്ലിമേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എത്ര വട്ടമായി ഇപ്പൊ ചോദിക്കുന്നത് അല്ലെ? സെപ്പറേറ്റിംഗ് ഫണ്ടൽ ഒരു 3 വട്ടം ചോദിച്ചു, ഞാൻ സാറ് പറഞ്ഞു. സബ്ലിമേഷനും പലപ്പോഴായിട്ട് ചോദിച്ചൊരു സാധനമാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതായത് സെപ്പറേഷൻ ടെക്നിക്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ചോദിക്കോടാ, ഉറപ്പാണ്, എന്തായാലും ചോദിക്കും കേട്ടാ, മറക്കരുത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ പഠിച്ചേക്കണം കേട്ടാ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു സാറ്. അങ്ങനെയാണെങ്കിൽ സാറ് അടുത്തൊരു ക്വസ്റ്റിനോട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, 11th question. Many minerals are present in ordinary water.
സാധാരണപ്പെട്ട നമ്മളുടെ ജലത്തിൽ, നമ്മുടെ ഒരു സാധാരണ പച്ചവെള്ളത്തില് നിരവധി ലവണങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് മിനറൽസ് ഉണ്ട് അല്ലെ. ഇപ്പോൾ ചിലവർ പറഞ്ഞേക്കാം ഈ വെള്ളം ചൂടാക്കി കുടിക്കുമ്പോൾ മിനറൽസ് പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ വെള്ളം നമുക്ക് അങ്ങനെ ചൂടാക്കാണ്ട് കുടിക്കാനും പറ്റില്ല. ഇപ്പോൾ ഈ കുറെ ബാക്ടീരിയ പോലെ കുറെ രോഗങ്ങൾ വേറെയും വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറെ മിനറൽസ് ഇല്ലാതെ ആകും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന എന്തിട്ടാണ് ഈ മിനറൽസ്, അതെന്തേലും ആയിക്കോട്ടെ, നമ്മുടെ ചോദ്യം അതല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു റിമൂവ് ദ മിനറൽസ് ആൻഡ് ഒബ്റ്റെയിൻ പ്യൂർ വാട്ടർ. അതായത് നല്ല ശുദ്ധമായ ജലം കിട്ടാനായിട്ട്, ഈ പറയുന്ന മിനറൽസ് ഒക്കെ മാറ്റിയിട്ട് ശുദ്ധമായ ജലം കിട്ടാൻ വേണ്ടിയിട്ട്, ചില മിനറൽസ് നല്ല ഉണ്ടായില്ല, അല്ലാതെ ഈ പറയുന്ന ശുദ്ധമായ ജലം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡ്, താഴെ പറയുന്ന ഏത് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം? ഏതൊക്കെയുണ്ട് ഓപ്ഷൻസിൽ? ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ക്രോമാറ്റോഗ്രാഫി. അല്ലെ, ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ വിട്ടു പോണില്ല, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതാണ് സാർ പിന്നെ ഇടുന്നത്. നോക്കിയേ, സ്വേദനം, അതിന്റെ ടൈപ്പ് വ്യത്യാസം ഉണ്ട് കേട്ടോ, ടൈപ്പ് ചോദിക്കുന്ന ടൈപ്പ് വ്യത്യാസമുണ്ട്, ഒരേപോലെ അല്ല ചോദിക്കുന്നത്. ഓക്കെ, അത് നോക്കിയേ, സ്വേദനമുണ്ട്, അംശിക സ്വേദനമുണ്ട്, ക്രോമാറ്റോഗ്രാഫി. ഇതിലേതായിരിക്കും പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടി, സാധാരണ വെള്ളത്തെ നമ്മൾ ഈ പറയുന്ന മിനറൽസിനെ റിമൂവ് ചെയ്ത് പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടി ഏത് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം? ആലോചിച്ച് നോക്കി. ആൻസർ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സാറ്. പക്ഷെ ഇതിലും ഈ പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണില്ല, വേറൊരു എക്സാമ്പിൾ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. ഓക്കെ, പക്ഷെ ഇതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഏതാണ് നമ്മുടെ ആൻസർ? ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ അല്ല. ഏതാണ്? ഡിസ്റ്റിലേഷൻ ആണ് നമ്മളുടെ ആൻസർ. സ്വേദനമാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, സാറേ ഇത് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് സോൾട്ട് വാട്ടറിനെ ചൂടാക്കി, സോൾട്ട് വേറെ വെള്ളം വേറെ, ഉപ്പ് വേറെ വെള്ളം വേറെ പഠിക്കാനാണ്. പക്ഷെ ആ പറയുന്ന വാട്ടർ ഇതേപോലെ സാധാരണ വെള്ളത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ അതൊക്കെ മാറ്റി പ്യൂർ വാട്ടർ കിട്ടുക, അത്രേ ആലോചിച്ചാൽ മതി. സോൾട്ട് വാട്ടറിൽ നിന്ന് പ്യൂർ വാട്ടർ കിട്ടാനായിട്ട് ഡിസ്റ്റിലേഷനിൽ ഉപയോഗിക്കുക. അപ്പൊ പ്യൂർ വാട്ടർ കിട്ടാൻ ഒറ്റ മെത്തേഡേ ഉള്ളൂ, ശുദ്ധജലം കിട്ടാൻ ഒരേ ഒരു മെത്തേഡേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? ഡിസ്റ്റിലേഷൻ ടെക്നിക്ക്. ഐഡിയ കത്തിയോടാ? ഓക്കെ ആണോ? അപ്പൊ പല രീതിയിൽ ചോദ്യം ചോദിക്കാൻ കേട്ടാ. അപ്പൊ ഇതേപോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വെച്ചോളണം. സെറ്റല്ലേ? ഓക്കെ ആണ് സാറ് വിചാരിക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ തന്നെ ബാക്കി ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് കിടക്കണ്ട. നോക്കി, ബി ക്വസ്റ്റ്യനിലോട്ട് സാറ് പോവാണ്. നോക്കി, വാട്ട് ഈസ് ദ നെയിം ഓഫ് പ്യൂരിഫൈഡ് വാട്ടർ? ഈ ശുദ്ധീകരിച്ച ജലത്തിന്റെ പേരെന്താണെന്നാ. ഓക്കെ, അപ്പോ ഈ ചിലപ്പോഴൊക്കെ നിങ്ങൾ കുറച്ചു പേരെങ്കിലും അതിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഡിസ്റ്റിലേഷൻ ചെയ്ത വാട്ടറിന് ആ പേരിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. വേറൊന്നുമില്ല മക്കളെ, ഭയങ്കര സിമ്പിൾ ആൻസർ ആണ്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് അതിന്റെ പേര്. എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടർ. മലയാളത്തിലും അത് തന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ കേട്ടോ. പേരൊന്ന് പഠിച്ചു വെച്ചോളാം, അത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. ശുദ്ധീകരിച്ച ഒരു ജലത്തിന്റെ പേരാണ്. നമ്മൾ ഇതേപോലെ ഡിസ്റ്റിലേഷൻ വഴി ശുദ്ധീകരിച്ചതായതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് ഉപയോഗിക്കുന്നു. ഇനി സാധാരണഗതിയിൽ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ വല്ല പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഒക്കെ ചില കേസുകളിൽ ഇത് എവിടെയാണോ ഉപയോഗിച്ചതെന്നൊക്കെ പറയാനായിട്ട് ഏതൊക്കെ എക്സാമ്പിൾ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ചില ഒരു ഓർമ്മയുണ്ടാവും. സാധാരണ കോമൺ ആയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ, അതല്ലാതെയും വേറെ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോക്കി, റൈറ്റ് വൺ യൂസ് ഓഫ് ദിസ് പ്യൂരിഫൈഡ് വാട്ടർ. ശുദ്ധീകരിച്ച ഈ ജലത്തിന്റെ ഏതെങ്കിലും ഒരു സവിശേഷത എഴുതുക. ഏതെങ്കിലും ഒരു ഉപയോഗമാണ്. ഏതിൽ ഒരെണ്ണം എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ 2 എണ്ണം കിടക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെക്കുക. അതിൽ ഒരെണ്ണം ആൻസർ അറിയാവുന്നൊരു വേഗം കമന്റ് ഇട്ട്. ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും. സാധാരണഗതിയിൽ നിങ്ങൾ കേട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനോട് എന്തിട്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലൂ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് എവിടെയാണ് ഉപയോഗിക്കണമെന്ന് കുറച്ച് പേർക്കേ അറിയാൻ പറ്റുള്ളൂ, എല്ലാവർക്കും അത് കിട്ടില്ല. സാധാരണ കണ്ടുവരുന്ന ഒരു സ്ഥലമാണത്. എന്താണ് ഒരു സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ സാർ ആഡ് ചെയ്യണം. ഓക്കെ, കമന്റിൽ കുറച്ച് പേരിട്ട് കാണണം. നോക്കി, എന്താണ് ആൻസർ? യൂസ് ഇൻ സ്റ്റോറേജ് ബാറ്ററി ആൻഡ് ഇഞ്ചക്ഷൻ. അതായത് ഇഞ്ചക്ഷൻ എടുക്കാനില്ലേ, ഇഞ്ചക്ഷൻ എടുക്കാൻ പച്ചവെള്ളത്തിലല്ല ഇഞ്ചക്ഷൻ എടുക്കുന്നത് അല്ലെ. ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. അതേപോലെ മെയിൻലി യൂസ് ചെയ്യുന്ന സ്ഥലം ഇതാണ് സാറ് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. സ്റ്റോറേജ് ബാറ്ററികളിൽ, ഈവൻ ഇൻവെർട്ടർ, ഇതിലൊക്കെ ഇൻവെർട്ടർ ആയിട്ടുള്ള ഇതിലൊക്കെ ഇൻവെർട്ടർ ബാറ്ററീസിലൊക്കെ നമ്മൾ ഈ ബാറ്ററി വെള്ളം എന്ന് പറയില്ല, ബാറ്ററി വെള്ളം, അതാണ് ഈ പരിപാടി. ബാറ്ററി വെള്ളം എഴുതി ഒക്കെ എടുത്തിട്ടാ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റോറേജ് ബാറ്ററിയിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അതായത് സാധാരണ പച്ചവെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിൽ കുറെ അഴുക്കുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് കൃത്യമായിട്ട് പ്യൂരിഫൈ ചെയ്ത ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തോരം പണിയെടുത്തിട്ടായിരിക്കുമല്ലോ അവർ ഈ സാധനം തരുന്നത് നമുക്ക്. ഡിസ്റ്റിലേഷന്റെ മറ്റു ഉപകരണമൊക്കെ ഇൻസ്ട്രുമെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാല്ല എങ്ങനെയൊക്കെയാണ് ഇതിനെ ചെയ്യുന്നത്. കുറെ വെള്ളമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണക്ട് ചെയ്ത് കുറെ പരിപാടിയൊക്കെ ചെയ്തിട്ടല്ലേ. അപ്പോ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് സ്റ്റോറേജ് ബാറ്ററിയും ഇത് ഉപയോഗിക്കുക. ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഒരു വട്ടം ചോദിച്ചൊരു ക്വസ്റ്റൻ ആണത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു പോകില്ല, ഇതിന്റെ എക്സാമ്പിൾ ഒന്നും ശ്രദ്ധിച്ചു പോകില്ല. അപ്പൊ ഇതെന്റെ മക്കളൊന്ന്
പഠിച്ചു വെച്ചിരിക്കാം. സെറ്റ് അല്ലടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ സാറേ അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. Complete the table by selecting appropriate method from the bracket for the separation of components. അതായത് താഴെ സാർ ഇപ്പോൾ ഒരു താഴെ ഇല്ല അപ്പുറത്ത് സാർ ഒരു ഫിഗർ ഒരു ബോക്സ് ആഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് സാർ തന്നിട്ടുണ്ട്. നോക്കി, സബ്ലിമേഷൻ, ഡിസ്റ്റിലേഷൻ, അതേപോലെ യൂസിങ് മാഗ്നറ്റ്, കാന്തം ഉപയോഗിച്ച് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഇതേ ആൾക്കാർ തന്നെ ഉത്പാദനം, കാന്തം ഉപയോഗിച്ച് അംശിക സ്വേദനം. അപ്പൊ ഈ എക്സാമ്പിൾസ് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നേരത്തെ നമ്മൾ കുറെ എന്നിട്ടാണ് ഓരോ പ്രോസസ് ചെയ്ത് അത് ഇത് മറ്റേത് മറിച്ചത് അങ്ങനെ എഴുതി. ഇനി സാർ നേരത്തെ പറഞ്ഞത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ അതേപോലെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്ന ഒരു സംഭവമാണ് സാർ ഇവിടെ ഇടുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. സാർ അതെ ബോക്സ് കാണിച്ചു തരാം. ഇതാണ് ബോക്സ്. നോക്കിക്കേ, സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്, മണ്ണും അമോണിയം ക്ലോറൈഡും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. പക്ഷേ ചിലവർ അത് വിട്ടു പോയിട്ടുണ്ടാവും. ഒരു ഇടയിൽ കിടക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ടെക്സ്റ്റ് മെറ്റീരിയലിലെ ലാസ്റ്റ് കിടക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണില്ല. അതേപോലെ അയൺ പൗഡർ ആൻഡ് സാൻഡ്, അതായത് മണ്ണും ഇരുമ്പ് പൊടിയും. അത് പലപ്പോഴായിട്ട് ചെറുപ്പത്തിലേ തൊട്ട് 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ഒക്കെ പഠിക്കുന്ന സമയത്ത് കടകളിൽ നിന്നൊക്കെ കാന്തമൊക്കെ ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന സാധനമാണ് അല്ലേ? അതിന്റെ ആൻസർ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഓൾറെഡി സാർ പറഞ്ഞു അല്ലെ? ഇനി അതേപോലെ കോമൺ സാൾട്ട് സൊല്യൂഷൻ, സാധാരണ ഉപ്പുവെള്ളം. ഈ 3 ആൾക്കാരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാം? ഇതാണ് ചോദ്യം. ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാം? ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതിയെടുക്കാം. ഓക്കെ, ഒന്നാമത്തേത് സബ്ലിമേഷൻ തന്നിട്ടുണ്ട്, ഡിസ്റ്റിലേഷൻ തന്നിട്ടുണ്ട്, യൂസിങ് മാഗ്നറ്റ്, ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ. അപ്പൊ ഒരെണ്ണം കിട്ടിയല്ലേ? ഏതാണ് ഒരെണ്ണം? സിമ്പിൾ ആയിട്ട് പറയാലോ. ഒരെണ്ണം ഏതാണ്? ഈ പറയുന്ന അയൺ പൗഡർ ആൻഡ് സാൻഡ്, മണ്ണും അതേപോലെ നമ്മളുടെ ഇരുമ്പ് പൊടിയും. സിമ്പിൾ ആയിട്ട് പറയാലോടാ, ഇരുമ്പ് പൊടിയെ വലിച്ചെടുക്കാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഏതായിരിക്കും? ഏതായിരിക്കും? മാഗ്നറ്റ് ആയിരിക്കും അല്ലെ? അതായത് കാന്തം ഉപയോഗിച്ചുണ്ട്. അപ്പൊ ഇതൊന്നും ഒരെണ്ണം പോയി, ബാക്കി 3 ഉണ്ട്. നോക്കാം നമുക്ക്. അപ്പൊ അടുത്തത് വേഗം ടൈപ്പ് ചെയ്തിട്ട് നോക്കുക. സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡ് ചേട്ടന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതിന്റെ പ്രൊസീജിയർ പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ ആ ഒരു ആൻസർ കിട്ടിയപ്പോ തന്നെ അതിന്റെ പ്രൊസീജിയർ ഒക്കെ ഇന്നതായിരുന്നു അല്ലേ പരിപാടി എന്ന് ആലോചിച്ച് പോകണം. അപ്പൊ നമുക്ക് അതും കൂടി അങ്ങോട്ട് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മൾ അത് മാത്രമായിട്ട് ഇരിക്കരുത്. ഓക്കെ, സാൻഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്, മണ്ണും അമോണിയം ക്ലോറൈഡ് മിക്സ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് അമോണിയം ക്ലോറൈഡിനെ മാറ്റാനായി ഒരേ ഒരു ടെക്നിക്കാണ് നമുക്ക് അറിയാവുന്നത്. ആൻസർ അറിയാവുന്നൊരു പടപടാന്ന് ടൈപ്പ് ചെയ്ത് എന്തായിരിക്കും അതിന്റെ ആൻസർ? സിമ്പിൾ അല്ലേടാ? ആകെ ഒറ്റ മെത്തേഡ് പഠിച്ചിട്ടുള്ളൂ. ഒരു ചൈന ഡിഷ് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഇത് മിക്സ്ചർ ഇടുക, അതിനൊരു ഫണൽ വെച്ച് മൂടുക, ഒരു പഞ്ഞി വെച്ച് മൂടുക, ചൂടാക്കുക, ആരോ ഇങ്ങനെ ആവിയായിട്ട് പോകും, എന്നിട്ട് കുറച്ചേരം കട്ട പിടിച്ചേക്കും. എന്തായിരുന്നു ആ സംഭവം? സബ്ലിമേഷൻ ആണ്. ആരാണ്? സബ്ലിമേഷൻ, ഉത്പതനമാണ് കേട്ടാ. എന്താണ്? സബ്ലിമേഷൻ, ഉത്പതനമാണ് അതിന്റെ ആൻസർ കേട്ടാ. ഓക്കെ ആണോ? ഐഡിയ മനസ്സിലായോടാ? ശ്രദ്ധിക്കണം കേട്ടാ, ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, ചില കാര്യങ്ങള് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പ്രോസസ്സും കൂടി പഠിച്ചു പോവാം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പഠിക്കുമ്പോൾ എക്സാമ്പിളും പ്രോസസ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും നമുക്ക് അടിക്കാൻ പറ്റും. എങ്ങനെ ചോദിച്ചാലും നമ്മളെ വെറുതെ വീഴ്ത്താൻ പറ്റത്തൊന്നുമില്ല. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഐഡിയ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതേപോലെ ചോദിച്ചാലും എഴുതാൻ പറ്റണം. ഐഡിയ മനസ്സിലായല്ലോടാ? സെറ്റ് അല്ലേ? ഞാൻ അതേപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ കൂടി ഇവിടെ. ഏതാണ്? കോമൺ സാൾട്ട് സൊല്യൂഷൻ. സാർ ഇപ്പൊ തന്നെ അതിന്റെ ആൻസർ കുറച്ച് നേരത്തെ ക്വസ്റ്റനിൽ സാർ അതിന്റെ ആൻസർ പറഞ്ഞാണ്. സാധാരണ ഒരു ഉപ്പ് വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? കോമൺ സാൾട്ട്, ഒരു ഉപ്പ് വെള്ളം, കോമൺ സാൾട്ട്, ഉപ്പും വെള്ളവും, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഉപ്പ് വെള്ളത്തെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരൊറ്റ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയുള്ളൂ. എന്താണ് ഈ പറയുന്ന ഉപ്പ് വെള്ളത്തിന്റെ ഒരു ടെക്നിക്ക്? കോമൺ സാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉപ്പ്, അതിന്റെ ഒരു സൊല്യൂഷൻ ഉപ്പ് വെള്ളം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഉപ്പ് വെള്ളത്തെ ഒന്ന് മറ്റേ കടലിലെ വല്ല പറയുന്നത് കേട്ടോ, അതാണ് സാധാരണ അങ്ങനെ എഴുതി വെച്ചത്. ഇനി ഉപ്പ് വെള്ളത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ, നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കലക്കി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? അരിപ്പ വെച്ച് അരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? അതേപോലെ ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോ സെപ്പറേറ്റ് ചെയ്യാൻ ഒരേ ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുള്ളൂ. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ആൻസർ ചെയ്തത് അത് തന്നെയാണ് ഇവിടത്തെയും ആൻസർ. ഏതാണ് അതിന്റെ ആൻസർ? ഡിസ്റ്റിലേഷൻ. ഏതാണ് അതിന്റെ ആൻസർ? ഡിസ്റ്റിലേഷൻ, സ്വേദനം. ഓക്കെ ആണോടാ? ഓക്കെ ആണെങ്കിൽ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടിപൊളി അല്ലേ? അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കിട്ടാ. പല ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ലെവലാ. നിങ്ങൾക്ക് ഇപ്പോൾ ഡെഫിനേഷൻ എഴുതാനായിട്ട് സാർ എനിക്ക് തോന്നുന്നു ആകെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷനെ മാത്രമേ ചോദിച്ചുള്ളൂ അല്ലെ? ഡിസ്റ്റിലേഷനെ മാത്രമേ ചോദിച്ചുള്ളൂ. സാധാരണ ഡെഫിനേഷൻ എഴുതാനും അതിന്റെ പ്രോസസ് എഴുതാനൊക്കെ ചോദിക്കുന്നത് തന്നെ ഇൻഡയറക്ട്ലി ആണ്. ഇത് തന്നെ ഡയറക്ട്ലി ചോദിക്കലൊന്നുമില്ല. എന്തിനാണ് വാട്ട് യു മീൻ ബൈ ഡിസ്റ്റിലേഷൻ ഒക്കെ ചോദിക്കുന്നത് വളരെ റെയറാണ്. അപ്പൊ ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊക്കെയാണ് സാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കണം, ഇതൊക്കെ അതിന്റെ ആൻസർ ആണെന്ന് മനസ്സിലാക്കണം. കേട്ടല്ലോ? സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സാർ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എക്സാമിന്റെ ഗിവൺ പിക്ചർ. താഴെ സാർ ഒരു പിക്ചർ തരാം. ഇതാണ് നമ്മളുടെ പിക്ചർ. നേരത്തെ കാണിച്ചെന്ന പിക്ചർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഈ പിക്ചർ ചില ചേട്ടന്മാരും ചേച്ചിമാരും ഇത് വിട്ടുകളയും. ഈ പിക്ചറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെറ്റീരിയലൊക്കെ എന്തൊക്കെ പിക്ചർ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പിക്ചർ തന്നിട്ടുണ്ടോ ആ പിക്ചറൊക്കെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പിക്ചർ വെച്ചുള്ള ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തോളണം കേട്ടാ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ മറ്റേ എന്താണ് തയ്ക്കണ മെഷീൻ പോലെയൊക്കെ തോന്നും. അങ്ങനെയൊന്നും അല്ല കേട്ടോ സാധനം, വേറൊരു സാധനമാണ് അല്ലേ. സിമ്പിളായിട്ട് കിട്ടും. പക്ഷെ മറ്റേ ആളെ നമ്മൾ ഫിഗർ ഒന്നും പെട്ടെന്ന് മറക്കാൻ ചാൻസ് ഇല്ല. ഡിസ്റ്റിലേഷന്റെ ഫിഗർ കാണിച്ചാലും നിങ്ങൾ മറക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഈ പറയുന്ന ആളുടെ ഫിഗർ കാണിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഈ പറഞ്ഞ ഫിഗർ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവൂല. അപ്പോ മറക്കരുത്, ഇതങ്ങ് പഠിച്ചു വെച്ചോളാം. എന്താണ്, എന്തിന്റെ ഫിഗർ ആണെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. നോക്കി, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് അപ്പാരറ്റസ്? ഈ ഉപകരണത്തിന്റെ പേരെന്ത്? ഇതിന്റെ നെയിം എന്താണെന്നാണ് ഫസ്റ്റ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അതാണ്, ഇതിന്റെ പേര്. ഓക്കെ, ചിലവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും, വേഗം വേഗം ടൈപ്പ് ചെയ്തിടാം. ചിലവർക്ക് അത് കിട്ടാൻ വഴിയില്ല, കാരണം ഈ ഫിഗർ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവൂല അല്ലെ. അപ്പൊ എന്റെ വിന്നേഴ്സിലെ മക്കൾക്ക് ഞാൻ ഇതിന്റെ ഒരു ഫിഗർ ഇങ്ങനെ ഒരു സാധനം ട്യൂബൊക്കെ വെച്ച് ഇങ്ങനെ കറക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അല്ലെ. പണ്ട് കാലത്ത് ഇതാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു മെഷീനൊക്കെ ഉണ്ട്. ഇതിന്റെ തന്നെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ഉണ്ട്. ഇതിന്റെ പേരെന്താണ്? സെൻട്രിഫ്യൂഗ് എന്നാണ് കേട്ടോ. സെൻട്രിഫ്യൂഗ് എന്നാണ് മലയാളത്തിൽ. അത് തന്നെ സെൻട്രിഫ്യൂഗ് എന്നാണ് ഇതിന്റെ പേര്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചില ആൾക്കാരെ മാത്രം സെപ്പറേറ്റ് ചെയ്യാനാണ് ഏത് മെത്തേഡ്, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെഷീന്റെ പേരാണ് എന്ത്? സെൻട്രിഫ്യൂഗ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലടാ. അപ്പൊ ഒരു മാർക്ക് അവിടെ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കി. ദിസ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കമ്പോണന്റ്സ് ഇൻ എ മിക്സ്ചർ ഓഫ് based on which property given in bracket. ഞാൻ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ കുറെ രണ്ട് പേരെ തന്നിട്ടുണ്ട്. മാസ് ഡിഫറൻസും കളർ ഡിഫറൻസും, നിറവ്യത്യാസവും ഭാരവ്യത്യാസം തന്നിട്ടുണ്ട്. ഇതിൽ ഏത് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന മിശ്രിതങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഏത് ഗുണത്തെ അടിസ്ഥാനമാക്കിയാണ് മിശ്രിതങ്ങളെ, ഘടകങ്ങളെ വേർതിരിക്കാൻ ഈ പറയുന്ന സെൻട്രിഫ്യൂഗേറ്റ് എന്ന് പറയുന്ന ഈ കറക്കുന്ന മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇങ്ങനെ കറക്കുന്നതാണ്. ഈ സാധനം ഇങ്ങനെ കറക്കുന്നു, അപ്പൊ ഇതിങ്ങനെ കറങ്ങും. അങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് മെത്തേഡാണ്, ഏത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉപയോഗിക്കുന്നത്? വേഗം വേഗം ആൻസർ പറഞ്ഞേ. ഇത് ആൻസർ പറയാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പം. നിങ്ങൾ ആ ഫിഗർ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ആ ഒരു അടിസ്ഥാനം എന്ത് ഡിഫറൻസ് ആണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് കിട്ടും. പഠിച്ചവർക്കാണെങ്കിൽ. പഠിക്കാത്തവർ ശ്രദ്ധിക്കുക, ഞാനിത് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. തെറ്റിച്ച് കളയരുത് മക്കളെ. എവിടെ ഒരു മാർക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് അടിച്ചെടുത്തൂടെ. ഏതാണ് അപ്പൊ ഇതിന്റെ ആൻസർ? വേഗം വേഗം ടൈപ്പ് ചെയ്തിട്ട് വെറുതെ കറക്കി കുത്തി എഴുതി വെക്കരുത് കേട്ടോ. രണ്ടും എഴുതി വെച്ചാലും മാർക്ക് കിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെക്കുക, കറക്കി കുത്തി എഴുതി വെക്കരുത്. എന്താണ് ഇതിന്റെ ആൻസർ? കളർ ഡിഫറൻസിലാണോ, നിറവ്യത്യാസത്തിലാണോ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതല്ലല്ലോ, അതിന്റെ ടെക്നിക്ക് വേറെയല്ലേ, അത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ നിറവ്യത്യാസം, കളർ ഡിഫറൻസിന്റെ കാര്യത്തിലുള്ളത് വേറെയാണല്ലേ. ഏതോ ഒരു ടെക്നിക്ക് നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോ ആ സാധനം വേറെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? മാസ് ഡിഫറൻസ് ആയിരിക്കും. ഭാരവ്യത്യാസം. ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ചില മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യും. അത് ഏത് മെഷീൻ ഉപയോഗിച്ചാണ്? സെൻട്രിഫ്യൂഗേറ്റ് എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചാണ്. ഐഡിയ മനസ്സിലായോ? സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാറ് വിചാരിക്കുന്നു. ഓക്കെ ആണ് സാറ് വിചാരിക്കുന്നു. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? പല രീതിയിൽ ചോദിക്കാട്ടോ. അതേപോലെ ഒരു കാര്യം സാറ് പറയാൻ മറന്നുപോയി. അതായത് ഇപ്പോ നമ്മൾ ആദ്യം പഠിപ്പിച്ചപ്പോ സോയില്, സാൾട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ. അപ്പൊ അതേപോലെ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വേറെ പ്രതീക്ഷിക്കാവുന്നത് എ പാർട്ടിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്യുവർ സബ്സ്റ്റൻസ് തരും, ഒരു 2-3 എണ്ണം വേണമെങ്കിൽ തരാം. അതായത് സോളിഡ് ആയിട്ടുള്ള വേണമെങ്കിൽ ഐസ് തരാം, വാട്ടർ തരാം, ഷുഗർ തരാം, അതേപോലെ സോഡ വാട്ടർ തരാം, ജ്യൂസ് തരാം, അങ്ങനെ ചില സാൾട്ട് സൊല്യൂഷൻ തരാം, മഡി വാട്ടർ തരാം, ചെളിവെള്ളം. ഇതൊക്കെ തന്നിട്ട് സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്യാൻ പറയും, വേർതിരിച്ച് എഴുതാൻ പറയും. ഒന്ന്, പ്യുവർ സബ്സ്റ്റൻസിൽ ആരൊക്കെ, ശുദ്ധപദാർത്ഥങ്ങൾ ആരൊക്കെ. 2, മിക്സ്ചേഴ്സ് ആരൊക്കെ, മിശ്രിതങ്ങൾ ആരൊക്കെ. അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ കേട്ടാ. പേ പാർട്ടി ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട. എക്സാമ്പിൾ എടുക്കുക, അതിൽ ആരൊക്കെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എടുത്ത് എഴുതി വെക്കുക, ആരൊക്കെയാണ് മിക്സ്ചേഴ്സ് എന്നുള്ളത് എഴുതി വെക്കുക. ഇത്രയുള്ള സിമ്പിൾ പരിപാടിയാണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു പോയ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്ന ചില മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസ് തരുള്ളൂ. അത് വെച്ച് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ അല്ലേടാ? ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ആൻഡ് സാർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് സാർ പോവാണ്. നോക്കി, 14th ക്വസ്റ്റ്യൻ. ബ്ലാക്ക് ഇങ്ക് ഇൻ എ സ്കെച്ച് പെൻ ഇസ് എ മിക്സ്ചർ. ഒരു പേനയിലെ കറുത്ത മഷി ഒരു മിശ്രിതമാണ്. എന്താണ് ചോദ്യം എന്ന് കുറെ മക്കൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന, അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അല്ലേ അത്. എന്തായിരുന്നു? ബ്ലാക്ക് ഇങ്ക് ഇൻ എ സ്കെച്ച് പെൻ ഈസ് എ മിക്സ്ചർ. ഒരു പേനയിലെ കറുത്ത മഷി ഒരു മിശ്രിതമാണ്.
ഓക്കെ, അപ്പോ ചോദ്യം ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, which method is used to do separate components from the mixture? അതായത് ഈ മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഏത് മാർഗമാണ് ഉപയോഗിക്കുക? ഒറ്റ മെത്തേഡ് ഉള്ളൂ കേട്ടാ. ഈ കളർ ഡിഫറൻസിൽ നമ്മളിങ്ങനെ ഘടകങ്ങളെ ഡൈസിൽ നിന്നൊക്കെ വേർതിരിക്കാനായിട്ട് ഒറ്റ മെത്തേഡ് പഠിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് മെത്തേഡാണ്. ഏതൊരു പേപ്പർ കഷ്ണമൊക്കെ എടുത്തു അതിൽ എന്തൊക്കെയോ ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ ഒരു ബീക്കറിലൊക്കെ വെച്ചു. ഏതായിരുന്നു വേഗം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പടപടാന്ന് വരട്ടെ. ഏതാണ് ആ പറയുന്ന ആൻസർ? എന്ത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക? കളർ ഡിഫറൻസ് ഉള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സ്കെച്ച് പെന്നിലെ പേന അല്ലെങ്കിൽ പേനയിലെ ഇങ്ക് ഈ പറയുന്ന മഷികളൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരൊറ്റ ടെക്നിക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ് മക്കളെ ആ ടെക്നിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. വേഗം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ ഏതാണ് ആ ടെക്നിക്ക്? ഏതാണ് ആ ആൻസർ? സാറ് കാണിക്കട്ടെ. ഏതാണ് ആ ടെക്നിക്ക്? ഏതാണ്? ക്രൊമാറ്റോഗ്രഫി ആണ് കേട്ടോ. ഏതാണ്? ക്രൊമാറ്റോഗ്രഫി ആണ് ആ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കളർ ഡിഫറൻസിലൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഈ പറയുന്ന കമ്പോണൻസിനെ കളർ ഡിഫറൻസ് അല്ല, ആക്ച്വലി മറ്റേ സൊല്യൂബിൾ ആയിരിക്കുന്ന കമ്പോണൻസിൽ, ലിക്വിഡ് സോൾവെന്റിൽ സൊല്യൂബിൾ ആയിരിക്കുന്ന ചില കമ്പോണൻസിനെ, അതായത് ജലീയ ലായനികളിൽ സൊല്യൂബിൾ ആയിരിക്കുന്ന ചില കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഏത്? ക്രൊമാറ്റോഗ്രഫി ടെക്നിക്ക്. ഓക്കെ ആണോടാ? ഐഡിയ മനസ്സിലായാലോടാ? സെറ്റല്ലേ? മറക്കരുതിട്ടാ. അപ്പൊ ഫിഗറൊക്കെ മനസ്സിലോട്ട് വരണം. ഒരു പേപ്പർ, ആ പേപ്പറിന്റെ അവിടെ ഇങ്ങനെ മഷിയൊക്കെ പോകുന്ന കാര്യങ്ങൾ കേട്ടാ. ഫിഗർ അവിടെ ഉണ്ട്, ഒരു ബീക്കറിൽ വെള്ളമൊക്കെ അറച്ചിട്ട് ഇതാണ് പരിപാടി. ഓക്കെ, മറക്കരുത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ഒരു ബി ക്വസ്റ്റ്യൻ സാർ എടുക്കുകയാണെന്ന് നോക്കി. ഒരു ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രൊസീജിയർ ഫോർ ഹിസ് എക്സ്പെരിമെന്റ്. ഈ പ്രവർത്തനത്തിന്റെ പരീക്ഷണ ക്രമം എഴുതുക. അതെങ്ങനെയാണെന്ന് നിങ്ങൾ എഴുതി വെച്ചോളണം. അപ്പൊ അത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. സാർ ഒന്ന് കാണിച്ചു തന്നാണ് അല്ലെ? എൻ്റെ വിനേഴ്സിലെ മക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. വേറൊന്നും ഇല്ലടാ. അതിൽ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ എഴുതി വെക്കാം, മലയാളം മീഡിയംകാർ മലയാളത്തിൽ എഴുതി വെക്കാം. ഓക്കെ, നോക്കേ, അതിന്റെ ആൻസർ ഇത്രയുള്ളൂ. വളരെ വളരെ സിമ്പിൾ ആണ്. വേറെ ഒന്നും അതിൽ പറയുന്നില്ല. അതേ നോക്കി, ഈ ബ്ലാക്ക് സ്പോട്ട് കൊടുക്കുക. ഒരു പേപ്പർ എടുക്കണം, ഒരു ഫിൽറ്റർ പേപ്പർ എടുക്കണം. അതിൽ ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് കൊടുക്കണം ഒരു ലൈനിൽ. എന്നിട്ട് ഒരു ബീക്കർ എടുക്കണം. സാധാരണ വെള്ളത്തിൽ ഈ പറയുന്ന ഒരു സോൾവെന്റ് ആണ് അതിൽ ഇറക്കി വെക്കുക. അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ചിലപ്പോൾ മുകളിലോട്ട് വരുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ആയി പോകും. ഇതാണ് അതിന്റെ മെത്തേഡ്. അപ്പൊ കൃത്യമായിട്ട് എഴുതി വെക്കുക. പുട്ട് എ ബ്ലാക്ക് സ്പോട്ട് യൂസിങ് പെൻ ഓൺ വൺ എൻഡ് ഓഫ് ദ ഫിൽറ്റർ പേപ്പർ. ഒരു ഫിൽറ്റർ പേപ്പറിന്റെ ഏറ്റവും അടിയിൽ ഏറ്റവും അറ്റത്ത് കൊണ്ടുവെക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ആ ഇങ്ക് കൊണ്ട് സ്പോട്ട് ചെയ്യുക. ലൈക്ക് എ റിബൺ, ഒരു റിബൺ പോലെ കട്ട് ചെയ്ത ഒരു സാധനത്തിൽ പറയുന്ന ചെറിയൊരു പീസിൽ കട്ട് ചെയ്ത, വലിയ പേപ്പർ ഒന്നും എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. ചെറിയൊരു പീസിൽ കട്ട് ചെയ്ത പേപ്പറിൽ വേണം ഈ ഡോട്ട് ഇടാനായിട്ട്. കീപ് ദിസ് ഡിപ്ഡ് ഇൻ ദ വാട്ടർ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ വാട്ടറിൽ നിറച്ചു വെക്കുക. റിബൺ ആകൃതിയിൽ മുറിച്ചെടുത്ത ഒരു ഫിൽറ്റർ പേപ്പറിൽ ഒരറ്റത്തിനടുത്തായി പേനയിലെ കറുത്ത മഷി കൊണ്ട് അടയാളം ഇടുക. ഇതൊരു ബീക്കറിൽ താഴ്ത്തി വെക്കുക. ഇതാണ് അതിന്റെ പ്രോസസ്സ്, ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അതിപ്പോ നമ്മൾക്ക് ഇപ്പൊ സാറിന്റെ ഇതേ വാക്കിൽ തന്നെ എഴുതണം, സെന്റൻസുകളിൽ തന്നെ എഴുതണം നിർബന്ധമില്ല. നിങ്ങളുടേതായുള്ള സെന്റൻസിൽ എഴുതിയാൽ മതി, കാര്യം ഉണ്ടായാൽ മതി. ഓക്കെ ആണോടാ? സെറ്റ് അല്ലേ? അപ്പൊ പ്രൊസീജിയർ ചിലപ്പോൾ ചോദിക്കും. നമ്മൾ നേരത്തെ ഡിസ്റ്റിലേഷന്റെയും ഇതേപോലെ ചോദിച്ചു. ഇത് ഡയറക്ട്ലി ചോദിച്ചു പ്രൊസീജിയർ. ഡിസ്റ്റിലേഷന്റെ ചോദിച്ചിട്ട് സ്വേദനത്തിന്റെ ചോദിച്ചത് ഡയറക്ട്ലി അല്ലേ, ഇൻഡയറക്ട്ലി ആണ്. വേറൊരു ടൈപ്പിലാണ് അതിന്റെ പ്രൊസീജിയർ ചോദിച്ചത് അല്ലെ? എന്താണ് ഇതിന് ഇത് ഉപയോഗിക്കാൻ കാരണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ട് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ പ്രതീക്ഷിച്ച് വെക്കുക. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഡെഫിനേഷൻ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതാണ് അതിന്റെ ആൻസർ. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോടാ? ഓക്കെ അല്ലേ? അതേപോലെ നോക്കി, ഇനി ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നോക്കി, സജസ്റ്റ് അനദർ എക്സാമ്പിൾ വേർ ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ദ കമ്പോണന്റ് ഓഫ് എ മിക്സ്ചർ. അപ്പോൾ ഡൈസിന്റെ കാര്യമാണ് പറയുന്നത്, അതായത് മഷികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. മഷികളുടെ ഉള്ളിൽ ആൾക്കാരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടെക്നിക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ ഏത് സംഭവങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനും ഈ മെത്തേഡ് ഉപയോഗിക്കാം എന്നൊരു ചോദ്യമുണ്ട്. ഓൾറെഡി 2 എക്സാമ്പിൾസ് സാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും 2 എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ? ഏതാണ് 2 എക്സാമ്പിൾസ്? അതിൽ ഒരെണ്ണം സാർ പറഞ്ഞു, സെപ്പറേറ്റ് കമ്പോണൻസ് ഫ്രം ദ ഡൈസ്. അതായത് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്ക് ഉപയോഗിക്കാം. ആൻഡ് നെക്സ്റ്റ് എന്താണ് അടുത്തൊരു മെത്തേഡ്? എന്താണ്? ടു സെപ്പറേറ്റ് പോയിസണസ് സബ്സ്റ്റൻസസ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനും നമുക്ക് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? ഈ പറയുന്ന ടെക്നിക്കും ഉപയോഗിക്കാം. ഓക്കെ ആണോടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റാണ് സാറ് വിചാരിക്കുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 14 അല്ല, അപ്പൊ അതിൽ ഒരുപാട് മറ്റേ ABC എന്ന് പറയുന്ന ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ പല ടൈപ്പിലാണ് ചോദിക്കാം. ഓക്കെ, അതേപോലെ കാണാപ്പാട് എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോരുത് കേട്ടാ. ഓക്കെ, ഡെഫിനിഷൻസ് ചോദിക്കുന്നതും ഇൻഡയറക്ട്ലി ആണ്. അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ സെപ്പറേഷൻ ടെക്നിക്സ് ഒന്നും പെടാൻ നിൽക്കരുത് ഇന്ന്. ഓക്കെ, അതേപോലെ പ്യുവർ സബ്സ്റ്റൻസിനെ മിക്സേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതാനുള്ള ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടുവരാം. കുറച്ച് എക്സാമ്പിൾസ് പഠിക്കുക. എല്ലാ സെപ്പറേഷൻ ടെക്നിക്സിന്റെയും എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, പ്രക്രിയകളുടെ ഒക്കെ. അതേപോലെ നമ്മുടെ സോളിഡ് ലിക്വിഡിന്റെയും ഗ്യാസിന്റെ
വിന്നേഴ്സിന്റെ ഒക്കെ ഒരു ബോക്സ് ഒക്കെ സാർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലെ. വിന്നേഴ്സിലെ മെറ്റീരിയൽ കൃത്യമായിട്ടുണ്ട് അല്ലെ. അല്ലാത്ത മക്കൾ എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ കൃത്യം കാര്യങ്ങളുണ്ടാവും, ടീച്ചേഴ്സ് എഴുതുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ബോക്സ് കൃത്യമായിട്ട് പഠിക്കണം. കാരണം അവിടെ നിന്നാണ് മറ്റേ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, പാർട്ടിക്കിൾസിന്റെ ഫ്രീഡം ഓഫ് മൊമെന്റും കാര്യങ്ങളും, മാസ് ഉണ്ടോ വോളിയം ഉണ്ടോ, ഇതൊക്കെ ചോദിക്കുന്നത് അവിടെ നിന്ന്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ഇനി വേറൊരു കാര്യം സാറ് പറഞ്ഞോട്ടെ, ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇരുന്നിട്ട് ഇനി ഓക്കെ ഇതൊന്നും ഞാൻ പഠിച്ചല്ലോ ദൈവം, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും പഠിക്കാതെ, അങ്ങനെയല്ല. ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ ഇപ്പോൾ ഇനി പഠിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, പഠിച്ചു കഴിഞ്ഞത് ഒന്നും കൂടെ പഠിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ചിലത് പഠിക്കാൻ പറ്റും, സിമ്പിൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പഠിക്കുക, അല്ലാത്തത് വെറുതെ എടുത്ത് തലേ കയറ്റി വെക്കണ്ട, ഉള്ളത് വെച്ച് പോവാം. അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം, അത് തന്നെ പരിപാടി. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഡിസ്കഷനും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഷോർട്ട് കുറെ ക്വസ്റ്റ്യൻസ് സാറ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എൻ്റെ മക്കള് ഓർമ്മിച്ച് മര്യാദക്ക് പോയി എക്സാം എഴുതിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എടുക്കാനായിട്ട് അസർ സാറോട് വെയിറ്റിംഗ് ആണ്. കുറെ നേരമായി സാർ, ഒരുപാട് നേരമായല്ലോ ഇറങ്ങാതിരിക്കണം എന്താണെന്ന് പറഞ്ഞോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അസർ സാർ ഇപ്പൊ വരും. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഓൾ ദി ബെസ്റ്റ്, നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് പോയിട്ട് എക്സാം എഴുതാം. ഓക്കെ.